പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ സൗണ്ടുകളൊക്കെയും ക്രമീകരിച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം നമ്മളെ സഹായിക്കുന്നതിൽ നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ ഏറ്റവും അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങളെ, ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളെ കർത്താവ് പിന്നെ ഒരുക്കട്ടെ. നമുക്ക് നേരിട്ട്, ഇന്ന് വെർച്വലിലാണ് നമ്മൾ കാണുന്നതെങ്കിലും നാളെ നേരിട്ട് എല്ലാവർക്കും അന്യഭാഷ പ്രാർത്ഥിക്കാൻ തക്കതായിട്ടുള്ള ഒരു അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരുക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസിക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് കാണാനും കേൾക്കാനും നമുക്ക് മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ പറഞ്ഞിട്ട് കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ നടുവിൽ എൻ്റെ പ്രജയം അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം നമ്മളെ സകലത്തിലും ഏറ്റവും എല്ലാ മേഖലയിലും ഉന്നതമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ കേൾക്കുവാനും കാണുവാനും ഒക്കെ ദൈവം നമ്മളെ ഇടയാക്കുന്നല്ലോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുകയില്ല എന്നുള്ള വചനത്തെ നമുക്ക് കാണാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളെ കാണുവാനും കേൾക്കുവാനും ഒക്കെ സഹായിച്ചു. നമുക്ക് ദൈവസന്നിധിയിൽ പിന്നെയും ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ഭാഗം എന്താണെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആത്മീക വർധന വരുത്തുക. സ്നേഹത്തിലും വിശ്വാസത്തിലും നടപ്പിലും നിർമ്മലതയിലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. സ്നേഹത്തിലും വിശ്വാസത്തിലും നടപ്പിലും നിർമ്മലതയിലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. ആമേൻ. തീർച്ചയായും ഇവിടെ മൈക്ക് മ്യൂട്ടായിപ്പോയി, ഞാനത് കണ്ടില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് ഇന്ന് ദൈവം നമ്മളെ സഹായിച്ചാൽ ആത്മീക വർധനവാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് ഇടയാക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഓരോ ദിവസവും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയമാണെങ്കിലും എൻ്റെ കൂടെ പറ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് എൻ്റെ കർത്താവ്. ലോകം എന്ത് പറഞ്ഞോട്ടെ, മെഡിക്കൽ സയൻസ് എന്തും പറഞ്ഞോട്ടെ, പക്ഷെ കർത്താവായ യേശുക്രിസ്തു മരിച്ച ശരീരത്തെ, നാറ്റം വന്ന് 4 ദിവസം പഴക്കമുള്ള ശരീരത്തെ ഉയർപ്പിച്ചുവെങ്കിൽ എൻ്റെ ജീവനുള്ള വിഷയം എത്ര അധികം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, മരിച്ച് നാറ്റം വന്ന ഡെഡ് ബോഡിയെ കർത്താവ് ഉയർപ്പിച്ചുവെങ്കിൽ ജീവനുള്ള എൻ്റെ വിഷയത്തെ കർത്താവ് എത്ര അധികം അത്ഭുതം ചെയ്യുന്നു പറ. മരിച്ച ആമേൻ. നമ്മളെപ്പോഴും വിളിച്ചു പറയണം, നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ഓർക്കുന്നത് നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പ്രതികരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ മൗനമായിരിക്കുമ്പോൾ പിശാചിന് അതൊരു വലിയൊരു സഹായമാണ്. പക്ഷേ അവനെ സഹായിക്കേണ്ട, വിളിച്ചു പറയണം. എൻ്റെ ദൈവം, മനുഷ്യർക്ക് അസാധ്യമായിരിക്കാം, മെഡിക്കൽ സയൻസിന് അസാധ്യമായിരിക്കാം, ലോകത്തിന് അസാധ്യമായിരിക്കാം, നിങ്ങൾക്ക് അസാധ്യമായിരിക്കാം, പക്ഷെ ദൈവത്തിന് അസാധ്യമല്ല പ്രിയരെ. യേശുവിനെ വിളിക്കുന്നവൻ്റെ ഉള്ളിൽ വലിയൊരു കോൺഫിഡൻസ് എപ്പോഴും നിറയണം. എൻ്റെ ദൈവത്തിന് സാഹചര്യങ്ങളെ അത്ഭുതമാക്കുവാൻ കഴിയും. നമുക്ക് തുടക്കത്തിലെ തന്നെ ഒരു സാക്ഷ്യം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സഹോദരി അയച്ചു തന്നാണ്. അപ്പോൾ എനിക്കിപ്പോഴാണ് അതൊന്ന് നോക്കാൻ പറ്റിയത്. UK സഹോദരിക്ക് ദൈവം ചെയ്തൊരു സാക്ഷ്യമാണ്. അപ്പോൾ അത് ഒന്ന് കേൾപ്പിക്കാൻ, നിങ്ങൾക്കത് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണം. പിന്നെ ഒരു സാക്ഷ്യം കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്താ. ഓക്കെ, ഞാൻ കേൾപ്പിക്കാവേ.
പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എനിക്ക് നടുവേദനയും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഷോൾഡർ പെയിനും ഒക്കെ ആയിട്ട് ഉള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി പൂർണ്ണമായിട്ട്. ദൈവത്തിന് സന്തോഷം. പിന്നെ ആമേൻ. സിസ്റ്റർ പറഞ്ഞത് ആ സഹോദരിക്ക് ഷോൾഡർ, വേറൊരു ടെസ്റ്റ് മണിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല. അപ്പോൾ സഹോദരിക്ക് കുറേ നാളായിട്ട് ഷോൾഡർ പെയിനും ജോലി സംബന്ധമായിട്ട് ഒത്തിരി വേദനകളുണ്ടായിരുന്നു ശരീരത്തിൽ. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് പൂർണ്ണ സൗഖ്യമായി. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഈ സാക്ഷ്യം കേൾപ്പിച്ചത് അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ കൂട്ടായ്മ ആചരിക്കുന്നത്. നിങ്ങൾ കൂട്ടായ്മയെ ഞാൻ എപ്പോഴും പറയണം, ഞാൻ ഒരു നിർബന്ധവും നിങ്ങളോട് പറയാറില്ല, പക്ഷേ കൂട്ടായ്മ ആചരിക്കണം. നിങ്ങൾ നല്ല കൂട്ടായ്മ ആചരിക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കൂട്ടായ്മ. നമ്മൾ വെറുതെ കൂടാൻ വേണ്ടിയല്ല. ആരാധനയും കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ചാർജ് ചെയ്യുന്നത്. നമ്മളെ മൊബൈൽ എന്തിനാണ് ചാർജ് ചെയ്യുന്നത്? ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? അതേപോലെ ഓരോ ആരാധനയും ഓരോ കൂട്ടായ്മയും നിങ്ങളെ ചാർജ് ചെയ്യുകയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന്. ഈ ലോകത്തിൻ്റെ സകല പ്രതിസന്ധികളെയും കീറി മുറിക്കേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശ്വാസവും വർധനവും ലഭിക്കുവാൻ കൂട്ടായ്മകൾ ആവശ്യമാണ്. അപ്പോൾ നല്ല കൂട്ടായ്മയിൽ ബലപ്പെടുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഇന്നും മർക്കൂസ് ലീഹായുടെ സുവിശേഷത്തിൽ നിന്നാണ്. നമ്മൾ തിമത്തിയോസിൻ്റെ ലേഖനമാണ് നിൽക്കുന്നതെങ്കിലും വേഗത്തിൽ ഇന്ന് ഞാനത് വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മർക്കൂസിൻ്റെ സുവിശേഷം വീണ്ടും വരുവാൻ ഇടയായി തീർന്നു. ഞാൻ അതിലെ വാക്യങ്ങൾ ചിലതൊന്ന് വായിക്കാം. മർക്കൂസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അവൻ കടൽക്കരയിൽ ഗദനദേശത്തെത്തി 2 പടകിലിറങ്ങി. ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറയിൽ നിന്നും അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. ആർക്കും അവനെ ചെങ്ങലയ്ക്ക് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോണം. കർത്താവ് ഇത് പറയുകയാണ്. ഒരു ഗദനദേശത്തിലേക്ക് എത്തുന്ന സമയത്ത് 2 പടകിൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തുള്ള ഒരു സന്ദർഭത്തെ പറ്റി പറയാണ്. ഒരു ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ അവന് ഭ്രാന്തുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അവനൊരു ഭ്രാന്തുള്ള മനുഷ്യനാണെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ അവനെപ്പറ്റി ബൈബിൾ പറയുകയാണ്, പലപ്പോഴും അവൻ വിലങ്ങും ചെങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചെങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ മനുഷ്യന് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് മാത്രമല്ല, ഒരു ചെങ്ങല, ഇരുമ്പ് കൊണ്ടുള്ള ചെങ്ങല അവന് പൊട്ടിക്കുവാൻ അവന് ശക്തിയുണ്ട്. അപ്പോൾ അവൻ സാധാരണ മനുഷ്യനല്ല. അവൻ്റെ അകത്ത് ബൈബിൾ പറയുന്നത് പോലെ തന്നെ അവൻ്റെ മേൽ വലിയൊരു ദുരാത്മാവുണ്ട്. രോഗത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. അവനെ ഭ്രാന്തനാക്കിയ ഒരു ദുരാത്മാവുണ്ട്. വചനം പറയുന്നു, അവനത് ഒടിച്ചു കളഞ്ഞ് ആർക്കും അവൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിയും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവർ യേശുവിനെ ദൂരത്ത് കണ്ടിട്ട് അവർ ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. നോക്കി, ഇവിടെ നിങ്ങൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നോക്കി. അവൻ്റെ സ്വന്തം ശരീരത്തെ നമ്മൾ ആരെങ്കിലും ഒരു കല്ലുകൊണ്ട് ഒന്ന് നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് നോക്കി. ഒരു കല്ലുകൊണ്ട് കയ്യിലോ കാലിലോ ഒക്കെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മൃഗീയ അവസ്ഥയാണ്. അപ്പം അവനെ അത് ചെയ്യിപ്പിക്കും. നിങ്ങൾ ഇവിടെ വരെ നോക്കിയാൽ മതി. രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവർ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഇവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവർ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് നോക്കി. അവിടം വരെ അവൻ പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് അവർ. അപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്. അവനെ കല്ലുകൊണ്ട് അവൻ്റെ ശരീരത്തെ ചതപ്പിക്കുന്ന, അവനെ ശവക്കല്ലറുകളിലും മലകളിലും ഒറ്റയ്ക്ക് അവനെ കൊണ്ടുപോയി രാവും പകലും അവനെ ഭ്രാന്തനാക്കുന്ന അവൻ നോക്കി, അവൻ ദൂരത്തു നിന്നും കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, അവൻ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണെ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്നവൻ പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചു. നിന്റെ പേരെന്തെന്ന് യേശു ചോദിച്ചതിന് എൻ്റെ പേർ ലെഗ്യോൻ എന്നാകുന്നു. ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പേരല്ല, പകരം 6000 എന്ന സംഖ്യയ്ക്കാണ് ലെഗ്യോൻ എന്ന് പറയുന്നത്. അപ്പോൾ 6000 പിശാചുക്കൾ ഒരു മനുഷ്യൻ്റെ മേൽ കൂടിയിട്ട്, ഞാൻ അവർന്നാ പറഞ്ഞാൽ തെറ്റിരിക്കില്ല, അവൻ കേട്ടോ. അപ്പോൾ 6000 ഭൂതങ്ങൾ ഒരു മനുഷ്യൻ്റെ മേൽ കയറിയിട്ട് അവനെ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ശരീരത്തെ രോഗമാക്കി, അവനെ മാനസിക രോഗിയാക്കി, അവനെ രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു അവസ്ഥയിൽ അവൻ്റെ സ്വന്തം ശരീരത്തെ, ഒന്നാമത് അവൻ രോഗിയാണ്, രണ്ടാമത് അവന് വീട്ടിൽ കയറാൻ കഴിയുന്നില്ല, മൂന്നാമത് അവനെ കല്ലറകളിലും മലകളിലും അവനെ തനിച്ചാക്കി കൊണ്ടുപോകുന്നു. സ്വന്തം ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? ആ കല്ലുകൊണ്ട് അവനെ എന്ത് ചെയ്യുകയാണ്? ഇടിച്ച് എന്ത് ചെയ്യുകയാണ്? ചതയ്ക്കുകയാണ്.
അപ്പം ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു വരുന്ന സമയത്ത് അവൻ ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾ ആ ചോദ്യം നോക്കിയേ, അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടുപോകുക എന്ന് കൽപ്പിച്ചു, നിന്റെ പേരെന്ത്? ഇനി 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 7-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. യേശു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പിശാചിന്റെ ഒരു ചോദ്യം ഇതാണ്, യേശുവേ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പിശാച് അല്ലെങ്കിൽ ഈ ദുരാത്മാക്കളുടെ ഒരു ചോദ്യം ഇതാണ്, യേശുവേ നമ്മൾ തമ്മിൽ എന്നാ പ്രശ്നം? അപ്പോൾ നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ ആത്മാവ് അല്ലെങ്കിൽ 6000 ഭൂതങ്ങൾ ഒരുമിച്ച് ചോദിക്കുകയാണ്, കർത്താവായ യേശു, കർത്താവുമായിട്ടൊരു വിഷയമില്ല, കർത്താവുമായിട്ടവന് വിഷയമില്ല, അവൻ ചോദിക്കുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തെയാണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഒരു ചോദ്യം പുള്ളി ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ നോക്കിയ നല്ല മാന്യമായ രീതിയിൽ പിശാചി ചോദിക്കുകയാണ്, കർത്താവേ എനിക്കും നിനക്കും തമ്മിൽ എന്താ പ്രശ്നം? കാര്യം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇപ്പം ഇല്ല, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലെന്ന രീതിയിലാണ് ആ പുള്ളി പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ എന്തിനാ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. നോക്കുകയെ, അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കി, യേശുവായിട്ട് അവന് പ്രശ്നമില്ല, പക്ഷേ അവന് പ്രശ്നം നിങ്ങളുമായിട്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, യേശുവായിട്ട് പ്രശ്നമില്ല, പ്രശ്നം ഞാനുമായിട്ടാന്ന് പറ. ഇനി നിങ്ങൾ ഒരു വാക്യം എൻ്റെ കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. യേശുവുമായിട്ട് പിശാച് പറയുകയാണ്, കർത്താവ് എനിക്കും നിനക്കും തമ്മിൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കുഴപ്പമുള്ളത് മനുഷ്യനുമായിട്ടാ. ഒരു കാര്യം ഏറ്റു പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്റെ വിഷയം യേശുവിന്റെ വിഷയമാണെന്ന് പറ. ആമേൻ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ നോക്കിയ കർത്താവ് പറയുകയാണ്, അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പോകുക. കാരണം വെച്ചാൽ ഈ മനുഷ്യന്റെ വിഷയം എൻ്റെ വിഷയമാണ്. എനിക്കിത് വായിച്ചപ്പോൾ എന്നെ പലപ്പോഴും നമ്മൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ടെങ്കിലും 6000 ഭൂതം വിട്ടുപോയ പ്രസംഗം നമ്മൾ പലപ്പോഴും കേട്ട് ബലപ്പെടാറുണ്ടെങ്കിൽ പോലും എന്നെ അതിശയിപ്പിച്ചൊരു ചോദ്യം ഇതാണ്. അവൻ്റെ ചോദ്യം എന്താ? കർത്താവേ നമ്മൾ തമ്മിൽ എന്നാ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ എനിക്ക് പ്രശ്നം മനുഷ്യനുമായിട്ടാണ്. ഞാൻ ഇവനെ നശിപ്പിക്കും, ഞാൻ ഇവനെ മുടിപ്പിക്കും, ഞാൻ ഇവനെ രോഗിയാക്കും, ഞാൻ ഇവൻ്റെ ശരീരം തകർക്കും, ഞാൻ ഇവൻ്റെ ജീവിതം തകർക്കും, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാക്കി മലകളിലും ശവക്കോട്ടയിലും ഇവനെ മുടിപ്പിക്കുന്നവനാക്കി ഞാൻ മാറ്റും. ഇവനും ഞാനും തമ്മിൽ വിഷയം. പക്ഷെ യേശു പറഞ്ഞുകൊണ്ട് നോക്കിയേ, ഇവനെ വിട്ട് നീ പോകുക, കാരണം ഇവൻ്റെ വിഷയം എൻ്റെ വിഷയമാണ്. ആമേൻ. എനിക്കിത് കണ്ടപ്പോൾ വലിയ സന്തോഷം. കാര്യം യേശുവിന് നിങ്ങളെ തൊട്ടാൽ വേദനിക്കും. നോക്കിയേ, പിശാച് നിങ്ങളെ തൊട്ടാൽ യേശുവിന് വേദനിക്കും. അതുകൊണ്ടാണ് കർത്താവ് യെരുശലേമിൽ പ്രസംഗിക്കുന്ന സമയത്ത് നേരെ ഈ മനുഷ്യന് വേണ്ടിയാന്നോർത്ത് അവിടെ വന്നത് യേശു. ഈ വ്യക്തിക്ക് വേണ്ടി യേശു അത്രയും ദൂരം, നിങ്ങൾ ആ യെരുശലേമിലും ഈ സ്ഥലത്തിലൊക്കെയുള്ള കിലോമീറ്ററൊക്കെ ഒന്ന് മൈൽസൊക്കെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. കർത്താവ് കാറിലോ ഫ്ലൈറ്റിലോ ഒന്നും അല്ല വന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കർത്താവ് എന്ത് ചെയ്തു? അവിടെ 2 പടക് നിറച്ചും ആളുകളായിട്ട് ആൾബലം കാണിക്കാൻ വേണ്ടിയല്ല, ആ മനുഷ്യനെ യേശുവിന് രക്ഷിക്കുവാൻ ഇഷ്ടമായതുകൊണ്ട്. നോക്കിയേ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ യേശു ക്രിസ്തു കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. എനിക്കൊരു ആപത്ത് വരുമ്പോൾ, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കൊരു പ്രതികൂലം വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കർത്താവിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ വിഷയം അല്ലെങ്കിൽ എൻ്റെ വിഷയം യേശുവിൻ്റെ വിഷയമാണ്. പിശാചിന്റെ ചോദ്യം കണ്ടോ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്നാ ബന്ധം? കാര്യം ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല, ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നിട്ടില്ല, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ല, നമുക്ക് തമ്മിൽ എന്നാ പ്രശ്നം? പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ യേശു പറയും, എനിക്ക് നിന്നോട് പ്രശ്നമുണ്ട് പിശാചേ, കാരണം നീ തൊട്ടിരിക്കുന്നത് എൻ്റെ ആളെയാ. ആമേൻ. നീ തൊട്ടിരിക്കുന്നത്, കർത്താവ് പറഞ്ഞത്, കാണാതെ പോയ എൻ്റെ ആടിനെയാണ് നീ തൊട്ടിരിക്കുന്നത്. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ കാണാതെ പോയതിനെ തേടി വന്ന നല്ല ഇടയനാണ്. ആമേൻ. നമുക്ക് ഇതേ വാക്യം തന്നെ ലൂക്കോസിലേക്ക് വായിക്കുമ്പോൾ, ഇതേ ഭാഗം തന്നെ ലൂക്കോസിൽ വായിക്കുമ്പോൾ നോക്കിയാൽ മതി. അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ. അപ്പോൾ കുറച്ചും കൂടെ ലൂക്കോസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്, ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്നു എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറയിലായിരുന്നു അവന്റെ താമസം. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോദനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കണ്ടോ? എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഇത്രയേ ഉള്ളൂ പിശാച്. നമ്മൾ പിശാചിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ഉള്ളു പിശാച്. യേശുവിൻ്റെ മുമ്പിൽ വന്ന് 6000 ഭൂതങ്ങൾ പറയുക, എന്നെ ഉപദ്രവിക്കരുത് യേശുവേ. കണ്ടോ?
നമുക്കെല്ലാം ഭയങ്കര ഭയപ്പെടുന്ന പിശാച് യേശുവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഉടനെ കണ്ടോ, കർത്താവേ എന്നെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിച്ച് എന്ന് ഉറക്കെ പറഞ്ഞു. അവർ അശുദ്ധാത്മാവിനോട് എന്ത് ചെയ്തു? ആ മനുഷ്യനെ വിട്ടുപോകുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. യേശു അപേക്ഷിച്ചില്ല, പിശാചാണ് അപേക്ഷിച്ചത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു അല്ല അപേക്ഷിച്ചത്, പിശാചാണ് അപേക്ഷിച്ചെന്ന് പറ. യേശുവല്ല അപേക്ഷിച്ചത്, പിശാചാണ് അപേക്ഷിച്ചത്. ആമേൻ ആമേൻ. അപ്പൊ യേശു അപേക്ഷിക്കുന്ന പരിപാടിയില്ല, യേശു അവിടെ കൽപ്പിച്ചു. സാധാരണ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ അവിടെ എല്ലാ അപേക്ഷകളാണ് വരേണ്ടത്, യാചന എന്നുള്ള പദങ്ങളാണ് കൂടുതലും വരേണ്ടത്. പക്ഷെ അവിടെ കറക്റ്റായിട്ട് അവർ എഴുതി വെച്ചു, യേശു കൽപ്പിച്ചു, അവനെ വിട്ടു പോകുവാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവിടെ കർത്താവിൻ്റെ വചനത്തിൽ ഒരു കാര്യം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നം യേശുവിൻ്റെ പ്രശ്നമാണ്. ഇനി പിശാചിന്റെ ചോദ്യം ഇതാണ്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമുക്ക് ആ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ അകത്തുനിന്നും ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ മനസ്സുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞത് എത്ര വലിയ പ്രോബ്ലം ആയിക്കോട്ടെ, എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണേ, മരിച്ച് നാറ്റം വന്ന ഡെഡ് ബോഡീനെ യേശു ഉയർപ്പിച്ചുവെങ്കിൽ ജീവനുള്ള എൻ്റെ വിഷയത്തിൽ അവർ അത്ഭുതം ചെയ്യും. കാര്യം മരിച്ചയാളെ ഉയർപ്പിക്കുന്ന അത്രയും പാടൊന്നും എൻ്റെ വിഷയത്തിനില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മരിച്ചയാളെ ഉയർപ്പിക്കുന്ന അത്രയും പാട് കർത്താവിന് എൻ്റെ വിഷയത്തിലില്ലെന്ന് പറ. ആമേൻ. ബലപ്പെടണം കേട്ടോ. ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ കൂട്ടായ്മയിലും വചനത്തിലും ശക്തിപ്പെടണം. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, പിന്മാറി നിന്നിട്ട് കാര്യമില്ല, ബലപ്പെടണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ബലപ്പെടണം. നമുക്കറിയാം, യുദ്ധം വരുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരും ഇന്ത്യൻ ഗവൺമെന്റും പറയും, ഭയങ്കര യുദ്ധമാണ്, ചൈനയും പാകിസ്ഥാനും ഒക്കെ അതിർത്തി കടന്ന് വരാൻ നിൽക്കുക, നമ്മൾ എന്നാ ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് താടിക്ക് കൈയും വെച്ചുകൊണ്ട് അവരിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവരെണീറ്റ് പൊരുതിയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ കഴിയും. നമുക്കറിയാം, പലപ്പോഴും ചൈനയും പാകിസ്ഥാനും ഒക്കെ നമ്മുടെ അതിർത്തിയിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ മിലിറ്ററി അവർ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അവർ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേനെ. പക്ഷെ അവർ പ്രതികരിച്ചു, അവർ ജയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതികരിച്ചു. നമ്മൾ ഈ വർഷത്തെ വാക്യം എന്നാ നാർക്കിൽ ഓർമ്മയുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന 2025 ന്യൂ ഇയറിന്റെ വചനം എന്നാന്ന് ഓർക്കുന്നുണ്ടോ? ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക, അവിടെ ഇരിക്കരുത്, ബലപ്പെട്ടോണം. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, ബൈബിള് വായിക്കുന്നില്ല, കൂട്ടായ്മയ്ക്കും പോകുന്നില്ല, ഞാൻ എല്ലാ പരിപാടിയും നിർത്തുവാന്ന് പറയാതെ റൈസ് ആൻഡ് ഷൈൻ, എണീറ്റ് പ്രകാശിക്കണം. അവിടെ ഇരുന്ന് പോകരുത്, അവിടെ ഇരുന്ന് കരയരുത്, ചാടി എണീറ്റണം. കാരണം എന്നറിയാവോ, ഈ പ്രശ്നം വരുമ്പോൾ യേശു അവിടെ ആക്റ്റീവായിരിക്കുന്നു. ആമേൻ. ഈ ഗദനദേശത്തിലെ ഭൂതമുള്ള മനുഷ്യന്റെ മേൽ നമുക്ക് അവന്റെ പ്രായം അറിയത്തില്ല, എങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരിക്കും. അവന്റെ വീട്ടിൽ പോലും, നിങ്ങൾ ആ വാക്യം നോക്കി, 27-ാമത്തെ വാക്യം നിങ്ങൾ നോക്കി, അവന്റെ വീട്ടിൽ അവൻ അക്കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്നു, അവനെ എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും, അപ്പൊ നഗ്നനായി വസ്ത്രം ധരിക്കാതെ, വീട്ടിൽ പോലും കയറാൻ കഴിയാതെ, കഞ്ഞി കുടിക്കാതെ, ഉറങ്ങാതെ, പലപ്പോഴും താടി മുടിയൊക്കെ നമുക്ക് ചിന്തിക്കാം, നീട്ടി വളർത്തി വസ്ത്രം ധരിക്കാതെ ശവക്കല്ലറിൽ കിടന്നും സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് മുറിവേൽപ്പിച്ചും ചെങ്ങലയിട്ടാൽ അത് പൊട്ടിച്ചു കളഞ്ഞും മനുഷ്യർക്കെല്ലാം ഭയപ്പാട് കൊടുക്കുന്ന ഒരു മനുഷ്യനായി അവനെ ചിത്രീകരിക്കുമ്പോൾ യേശു അവനെ തേടി ആ ഗദനദേശത്തേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാ യേശുവേ അങ്ങ് അവനെ തേടി വന്നെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരവുണ്ട്, യേശു എന്റെ കാണാതെ പോയ ആടിനെ തിരക്കെ ഞാൻ വന്നിരിക്കുന്നു. ഇനി പിശാച് ചോദിച്ച ചോദ്യവുമായിട്ട് ഒരു ബന്ധം ഞാൻ പറഞ്ഞു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കും. അതായത് 30-ാമത്തെ വയസ്സിൽ കർത്താവ് ശുശ്രൂഷ ആരംഭിക്കും. അതായത് ദൈവരാജ്യം പ്രസന്റ് ചെയ്യാൻ വേണ്ടി കർത്താവിന്റെ നിയോഗ ദിവസത്തിൽ കർത്താവ് നേരെ എന്ത് ചെയ്യുന്നറിയാവോ? ഇവിടെ വചനം പറയുന്നു, യേശു ക്രിസ്തു വളർന്ന നസ്രത്തിൽ ഒരു ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നോക്കിക്കേ, കർത്താവ് ആ വളർന്ന നസ്രത്തിൽ യേശുക്രിസ്തു സമയമായപ്പോൾ, നിയോഗമായപ്പോൾ കർത്താവ് പള്ളിയിൽ വന്ന് യെശയ്യാ പുസ്തകത്തിൽ തന്നെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്ന വചനത്തെപ്പറ്റി എടുത്തു വായിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നോക്കിയേ, ബദ്ധന്മാർക്ക് വിടുതൽ, എൻ്റെ അർത്ഥം ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ,
കാഴ്ചയില്ലാത്ത കുരുടന്മാർക്ക് കാഴ്ച ഇവിടെ പറഞ്ഞേക്കുന്നത് ഏത് കുരുടനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്തവരെ പറ്റിയല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സാത്താൻ ഈ ലോകത്തിലുള്ള മനുഷ്യന്റെ സത്യത്തെ അറിയാതിരിക്കാൻ കണ്ണ് കുരുടാക്കിയിരിക്കുന്നവരെ പറ്റി പറഞ്ഞേക്കുന്നത്, പാപം നിറഞ്ഞവരെ പറ്റി പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു പ്രസംഗിപ്പാൻ. അതുകൊണ്ടാണ് പ്രസംഗം എന്ന് പറഞ്ഞ് കാഴ്ച കൊടുക്കാനല്ല, കാഴ്ചയെപ്പറ്റി പ്രസംഗിക്കാനും വെളിച്ചത്തെപ്പറ്റി പ്രസംഗിക്കാനും പീഡിതനെ അനുഭവിക്കുന്നവരെ വിടിവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയും. അപ്പം കർത്താവ് വന്നിരിക്കുന്നത് തന്നെ ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതൽ കൊടുക്കാനാണ്. കുരുടനായ വ്യക്തി, പാപത്തിൽ നിറഞ്ഞവനെ വെളിച്ചം പ്രസംഗിക്കാൻ, പീഡനം അനുഭവിക്കുന്നവരെ വിടിവിക്കയക്കാൻ. അപ്പൊ പിശാച് ചോദിക്കുകയാണ്, കർത്താവെ നിനക്കും എനിക്കും തമ്മിൽ എന്നാ ബന്ധമെന്ന് ചോദിച്ചാൽ കർത്താവിനോട് പറയണം, നിങ്ങൾ പറയണം, യേശയ്യാവിന്റെ പുസ്തകം പറയണം, എൻ്റെ യേശു വന്നിരിക്കുന്നത് എൻ്റെ ബന്ധനത്തിൽ നിന്നും എന്നെ വിടിവിക്കാനാ, എൻ്റെ യേശു വന്നിരിക്കുന്നത് പീഡനത്തിൽ നിന്നും എന്നെ വിടിവിക്കുവാൻ വേണ്ടി. ആമേൻ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. യേശു വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഈ ചിന്നു എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ നെയിമോ വിളിപ്പേരോ എനിക്കറിയത്തില്ല. ചിന്നു എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ, ഒരു കുടുംബത്തിൽ ഒരു കൊച്ചിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതിനൊരു സഹോദരിയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത്, കയറി വരുമ്പോൾ തന്നെ ആ ഹോള് കഴിയുമ്പോൾ തന്നെ ഹോളിൽ തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഡോറ് തുറന്നാൽ ആ ഫോട്ടോ കാണാൻ പറ്റും. ഒരു പഴയ ഒരു ഫോട്ടോയാണ്, പഴയെന്ന് വെച്ചാൽ ഒരു ചെറു പഴക്കമുള്ളൊരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭവനത്തെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ ഇടയിലായതുകൊണ്ടാണ് ഇന്ന് ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. അത് ആരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ. ഈ മോളാരാ പറഞ്ഞ? ഈ 2 പെൺമക്കളുള്ള ഭവനമാണോ അത്? ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം അവിടെയുണ്ടോ? ഹലോ, ഈ പറഞ്ഞ അടയാളമെല്ലാം അവിടെയുണ്ടോ? എന്ന് ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലോട്ട് വരുന്നതായിട്ട് കാണുന്നു. ആ കർത്താവ് ആ കുടുംബത്തെ വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുകയാണ്. ആ വ്യക്തി വരുന്ന ഒരു അടയാളമാണ്, വ്യക്തിയല്ല അനുഗ്രഹം, വ്യക്തി വരുന്നൊരു അടയാളമാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ പോകുന്നു പറയണം കേട്ടോ. അവിടെ ചോദിക്കണം സിന്ധു ആരാന്ന് ചോദിക്കണം കേട്ടോ. ആ വ്യക്തി ഭവനത്തിലേക്ക് പറഞ്ഞു. എന്റെ മോള് പേരും ചിന്നു, മൂത്ത മോളും ഉണ്ട്. മൂത്ത മോള് സിന്ധു എന്ന് പറഞ്ഞ ആ പേരും കൂടെ നോട്ട് ചെയ്തോണം. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് അയക്കുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. യേശുവേ നന്ദി. ആമേൻ. ഒരു സഹോദരിയുണ്ട്. ഈ പറഞ്ഞ അടയാളമുണ്ട്. കയറി വരുന്നിടത്ത് പഴയ ഒരു ഫോട്ടോ, ഞങ്ങളുടെ അച്ഛന്റെ ഒരു ഫോട്ടോ, പഴയ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സിന്ധു എന്ന് പറഞ്ഞ പേരുടെ കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കർത്താവ് അതിൻ്റെ മേൽ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ആമേൻ. പെട്ടെന്ന് എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു നിയോഗം തന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇന്ന് വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഈ സിന്ധു എന്ന് പറയുന്ന വ്യക്തി ആ ഭവനത്തിൽ കയറി വരുന്നൊരു സമയമാണ്, ദോഷമല്ല, അതൊരു വഴിത്തിരിവിൻ്റെ സമയമായിട്ട് കർത്താവ് കാണിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പം ഇവിടെ നോക്കി, അവിടെ ഇങ്ങനെ കർത്താവ് പറയണം ബന്ധിതരെ വിടിവിക്കുവാൻ വേണ്ടി. അപ്പം പിശാചിന്റെ ചോദ്യം ഇതാ, കർത്താവേ നിനക്കും എനിക്കും തമ്മിൽ എന്നാ ബന്ധം? ഉടനെ നിങ്ങൾ പറയും, എൻ്റെ യേശു എനിക്ക് വേണ്ടി എൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാനാണ് കർത്താവ് എനിക്ക് വേണ്ടി ഭൂമി വന്നെന്ന് പറ. ആമേൻ. നിങ്ങൾ അപ്പോൾ ഓർത്തോണം, വചനവിരുദ്ധമായിട്ട് ഏതെങ്കിലുമൊക്കെ എൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. രോഗബന്ധനമായിക്കോട്ടെ, ശാപബന്ധനമായിക്കോട്ടെ, കുടുംബത്തിൻ്റെ അകത്ത് വചനവിരുദ്ധമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നൊക്കെയും അവരെ വിടുവിക്കുവാനും വിടുതൽ കൊടുക്കുവാനുമാണ് യേശു വന്നിരിക്കുന്നത്. ആമേൻ. അപ്പം അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പുസ്തകം വായിച്ചിട്ട് പറയുകയാണ്, ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിക്കുവാനും ഞാൻ കർത്താവിൻ്റെ പ്രസാദ വർഷം പറയാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം യേശു കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷകന്മാർക്ക് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നു.
നോക്കിയേ, പുസ്തകം യേശു മടക്കിയിട്ട് എല്ലാവരുടെയും കണ്ണുകൾ യേശുവിൻ്റെ മേലായി. ആ വചനം വായിച്ച് ഉടനെ കർത്താവ് പറയുകയാണ്, എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ച് പുസ്തകം മടക്കി തിരികെ കൊടുത്തപ്പോൾ എല്ലാവരും യേശുവിനെ നോക്കി. എന്നിട്ട് പറയുകയാണ്, അവൻ അവരോട്, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുകയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. നോക്കിക്കേ, 4-ാം അധ്യായത്തിൽ ലൂക്കോസി പറയുകയാണ്, ഈ വചനം കേട്ടോ നിങ്ങൾ, അതിൻ്റെ അർത്ഥം ഞാനാണ് ആള്. ബന്ധിതരെ മോചിപ്പിക്കുന്ന, പീഡിതനെ വിടുവിക്കുന്ന, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന സാക്ഷാൽ രാജാതി രാജാവായ യേശു ക്രിസ്തു ഞാനാന്ന കർത്താവ് പറയുന്നത്. ഇസ്രായേൽ കാത്തിരുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, ഇസ്രായേലിലെ അവരുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് മശിഹ വരും. നമുക്കറിയാം, ഇസ്രായേലിൽ പല രാജാക്കന്മാരുണ്ടെങ്കിലും ആ സകല രാജാക്കന്മാരുടെ മീതെ ഒരു രാജാവുണ്ട്, ഉന്നതന് മീതെ ഒരു അത്യുന്നതനുണ്ടെന്ന് പറയുന്നത് പോലെ സകല പ്രഭുക്കന്മാരുടെ മീതെയുള്ള യേശു ക്രിസ്തുവാകുന്ന രാജാവ് പറയുകയാണ്, ഇന്ന് ഈ വചനം കേൾക്കുക. എത്ര ഭാഗ്യമല്ലേ! അത് ലൈവായിട്ട് കേട്ടുകൊണ്ടിരുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിനേക്കാൾ ഭാഗ്യവാന്മാർ നമ്മളാണ്, നമുക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ പറ്റും. ഈ വചനം കേട്ടിരിക്കിയാൽ ഇതിന് നിവർത്തി വന്നു. എൻ്റെ അർത്ഥം, ബന്ധിതരെ നിങ്ങൾക്ക് ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ബന്ധനത്തിൽ നിന്നും മോചനത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. പീഡിതരെ നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. കാര്യം, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോണം, എൻ്റെ ഈ ബന്ധന വിഷയത്തിൻ്റെ അകത്തും, ബന്ധന വിഷയം എന്ന് പറയുമ്പോൾ ഓർത്തോണം, നിങ്ങൾ എപ്പോഴും ബന്ധനത്തിലെന്നുള്ള ആശയമല്ല, ഏത് പ്രശ്നം വന്നാലും ഉടനെ പറഞ്ഞോണം, എൻ്റെ യേശു ഈ വിഷയത്തിൽ നിന്ന് വിടുതൽ തരും. ഏത് പ്രശ്നമായിക്കോട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം സഹോദരി സാക്ഷ്യം പറഞ്ഞതുപോലെ, ഇന്നലെ തൃശ്ശൂർ അവർ നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ, ആ തലയിലൊരു 2 മുഴയുണ്ടായിരുന്നു. അവരൊത്തിരി സ്കാൻ ചെയ്തു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ എന്തോ ബുദ്ധിമുട്ട് അതിൻ്റെ അകത്തുണ്ട്. വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കൂടാതെ 20,000 രൂപയുടെ എന്തോ ഒരു സ്കാനും കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു കൺഫേം ആണ്, ഒന്നും കൂടെ അവർ ക്ലാരിഫൈ ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കൺഫേം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവരിരുന്ന് സഹോദരി പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അത്ഭുതം കാണും. എൻ്റെ വലിയ ഭാരത്തിലിരുന്നു. പക്ഷെ അവർ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ സാക്ഷ്യം പറയും, നേരിൽ സാക്ഷ്യം പറയും. അവരവിടെ ഇരുന്നോണ്ട് തീരുമാനിച്ചു. ആ റിപ്പോർട്ട് വന്ന ആ സഹോദരി പറഞ്ഞ വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ പറയും. അന്നോർത്തെ, ഡോക്ടർ 20,000 രൂപയുടെ ഒരു സ്കാനിങ് ഒരു സാധാരണക്കാരൻ്റെ മേൽ ഡോക്ടർ എഴുതി കൊടുക്കണമെങ്കിൽ അത് നിസാര സ്കാനിങ് അല്ല, അത്രയും കൺഫർമേഷൻ ഡോക്ടർക്ക് ലഭിച്ചത് കൊണ്ടാണ്. ആ മുഴ അവിടെയുണ്ട്, വേദന അവിടെയുണ്ട്, പ്രശ്നം അവിടെയുണ്ട്, ക്യാൻസറിൻ്റെ വിഷയങ്ങൾ അവിടെയുണ്ട്. ഇതെല്ലാം കൺഫേം ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, മാനുഷിക ബുദ്ധിയിൽ എന്തൊരു മണ്ടത്തരമല്ലേ അങ്ങനത്തെ ഒരു പ്രാർത്ഥന! അത്രയും കൺഫർമേഷൻ എടുത്ത സ്കാൻ റിപ്പോർട്ടുകൾ, അവർ കണ്ട റിപ്പോർട്ടുകൾ, എല്ലാ റിപ്പോർട്ടുകൾ, അതിൻ്റെ അകത്തൊക്കെ വ്യക്തമായി രോഗിയാന്നുള്ള തെളിവ് കണ്ടിട്ട് അവിടെ ഡോക്ടർ കൺഫർമേഷൻ പറഞ്ഞൊരു സ്കാൻ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് ആ റിസൾട്ടും കൈപ്പിടിച്ചുകൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ അവർ വിശ്വാസാൽ പറഞ്ഞു, അവിടെ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല, ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ഏറ്റു പറഞ്ഞു. എവിടുന്നാണ് ഈ കോൺഫിഡൻസ് കിട്ടിയത്? എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയത്? ഞാൻ ചോദിച്ചോട്ടെ, ഡോക്ടറേക്കാൾ പഠിപ്പ് നമുക്കുണ്ടോ? ഇല്ല. ഡോക്ടറേക്കാൾ കഴിവ് നമുക്കുണ്ടോ? ഇല്ല. മെഡിക്കൽ സയൻസിനേക്കാൾ കഴിവ് നമുക്കുണ്ടോ? ഇല്ല. ആ മിഷ്യനേക്കാൾ കഴിവ് നമുക്കുണ്ടോ? സ്കാൻ മിഷ്യനേക്കാൾ കഴിവ് നമുക്കുണ്ടോ? ഇല്ല. നമുക്ക് കഴിവില്ല. പകരം നമുക്ക് യേശുവുണ്ട്. ബന്ധിതരെ മോചിപ്പിക്കുന്ന യേശുവുണ്ട്. ആ കർത്താവിലുള്ള അറിവിലാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അവിടെ കാണുന്നില്ല. നമ്മൾ എത്ര പേര് നേരത്തെ പോയവർ കേൾക്കാൻ പറ്റി കാണത്തില്ല. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? എത്ര പേര് ആ സാക്ഷ്യം? ആമേൻ. അപ്പൊ ആ സാക്ഷ്യം കേട്ടപ്പം എനിക്ക് വലിയ സന്തോഷ. കാര്യം എന്നെ ചിന്തിപ്പിച്ചത് അവർ വിശ്വാസാൽ പറഞ്ഞു, ഡോക്ടർ പറയും. ആ ഡോക്ടർ രോഗമാണെന്ന് പറഞ്ഞ, ക്യാൻസറാന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആ ട്യൂമർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെ പറയും ഇതൊരു അത്ഭുതമാണെന്ന്. അതേ ഡോക്ടർ തന്നെ പറയും എന്ന് എന്ത് ചെയ്തു? അവരുറപ്പിച്ചു. നോക്കിയേ. അപ്പോൾ നിങ്ങൾ പറയണം, മെഡിക്കൽ സയൻസിന് തെറ്റല്ല, മെഡിക്കൽ സയൻസിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ ഡോക്ടർമാരോ നഴ്സുമാരോ ഒന്നും കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ബന്ധനമുണ്ട്. അതിനോട് പറയണം, എൻ്റെ യേശു എന്നെ വിടുവിക്കും. അവരുടെ മാക്സിമം അവർ ചെയ്യും, അവരുടെ മാക്സിമം അവർ നിങ്ങളെ സഹായിക്കും. പക്ഷേ കർത്താവ് കൈവിട്ടപ്പെടാറ്റാലും, ലോകം കൈവിട്ടപ്പെട്ടാലും, മെഡിക്കൽ സയൻസ് കൈവിട്ടാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, പറയണം, യേശു വന്നത് എനിക്ക് വേണ്ടി. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, യേശു വന്നത് എനിക്ക് വേണ്ടിയാന്ന് പറഞ്ഞ്, യേശു വന്നത് എനിക്ക് വേണ്ടിയാ. പറ, യേശു വന്നത് എനിക്ക് വേണ്ടിയാ. ആമേ. നിങ്ങൾ ബലപ്പെടണം. കർത്താവിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വാസത്തിലും നിങ്ങൾ ബലപ്പെടണം. യേശു വന്നത് എനിക്ക് വേണ്ടിയാണ്. ഇതിൻ്റെ അകത്തൊരു പരിഹാരം എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഇല്ലെങ്കിലും, മാനുഷിക ബുദ്ധിയിൽ എനിക്ക് അതിൻ്റെ അകത്തൊരു സാധ്യതയും ഇല്ലെങ്കിലും, എൻ്റെ യേശുവിൽ എനിക്ക് ഉറപ്പാണ്, ഞാനത് കാണും. ശരിയാ, നമുക്ക് പറയുവാൻ എന്നാ ഉള്ളത്? ഒന്നുമില്ല.
പഠിപ്പുമില്ല, അത്രയും കഴിവില്ല, പ്രാപ്തിയില്ല, ധൈര്യമില്ല, കൂടെ ആമേൻ പറയാൻ ആളില്ലായിരിക്കും. പക്ഷെ എൻ്റെ യേശു ഒരു കാര്യം പറഞ്ഞു, ഈ വചനം കേൾക്കുകയിൽ ഇതിന് നിവൃത്തി വന്നിരിക്കുന്നു. വേറെ ആരും അവിടെ ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് തുടങ്ങി. ഉടനെ എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ആമേൻ പറയാതെ പകരം എല്ലാവരും യേശുവിനെ പുകഴ്ത്തുകയാണ്. കൊള്ളാം, നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു. അടുത്ത വാക്യം നോക്കി, യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യവാക്ക് നിമിത്തം എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിൻ്റെ മകനല്ലയോ എന്നൊക്കെ വലിയ പുകഴ്ത്തലായിരുന്നു. നല്ല പ്രസംഗം. ചില വരത്തില്ലേ, ഓ എന്ത് നല്ല പ്രസംഗമായിരുന്നു, എന്ത് നല്ല. പക്ഷേ ഇവിടെ ആരും ആമേൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും ഹല്ലേലൂയ പറയുന്നില്ല. അവരാരും അത് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർ പ്രസംഗത്തെ പുകഴ്ത്തി. എല്ലാവരും പറഞ്ഞു, ഓ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് എത്ര മനോഹരമാണ്, നല്ല പ്രസംഗം, നല്ല പ്രസംഗം. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ ആവശ്യം നല്ല പ്രസംഗമാണെന്ന് പറയുന്നതല്ല, പകരം അത് ഏറ്റെടുക്കുന്നവരെയാണ് യേശുവിന് വേണ്ടത്. ആ വചനം കേട്ടപ്പോൾ നല്ല പ്രസംഗമാണ് നല്ല പറയേണ്ടത്. ആ വചനം എനിക്കുള്ള ദൈവത്തിൻ്റെ പ്രവചന ആലോചനയാന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവരെയാണ് യേശുവിനിഷ്ടം. കർത്താവ് ഈ പ്രസംഗം പ്രസംഗിച്ചിട്ട് ബൈബിൾ അടക്കി വെച്ചിട്ട് തിരിച്ച് യെരൂശലേമിൽ പോയി, തിരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുകയല്ല ചെയ്തത്. കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? നേരെ എങ്ങോട്ട് പോയെന്നറിയാവോ? മർക്കൂസിന്റെ സുവിശേഷത്തിൽ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ നേരെ ഗദനദേശത്തേക്ക് എത്തി. ഇതൊക്കെ ഗദനദേശത്തേക്ക് എത്തി, പടകിറങ്ങി അശുദ്ധാത്മാവുള്ള മനുഷ്യനെ അവനെ എതിരേറ്റു. ഇതൊക്കെ കർത്താവ് വെറുതെ ഇരിക്കുവല്ല, കർത്താവ് വെറുതെ പറയുകയല്ല. കർത്താവ് ബൈബിൾ അടച്ചു വെച്ചിട്ട് ഇന്ന് ഞായറാഴ്ചയല്ല, വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിരുന്നുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ആഴ്ചയും വന്ന് വലിയ പ്രസംഗം നമുക്ക് പ്രസംഗിക്കുക എന്നുള്ളത് അടുത്ത് പ്രിപ്പയർ ചെയ്യുമല്ല. യേശു പ്രസംഗം നിർത്തിയിട്ട് ബൈബിൾ അടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബന്ധിതരുടെ ഭവനത്തിലേക്ക് വന്ന്. യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ നിങ്ങൾ? യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിരിക്കും. പറ, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നപ്പാ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നപ്പാ. നിങ്ങൾ യേശുവിൻ്റെ വചനത്തിന് ആമേൻ പറയുമ്പോൾ, ആ വചനത്തെ ഏറ്റുപറയുമ്പോൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൈക്കൊള്ളുകയാണ്. കർത്താവ് വന്നാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചിരിക്കും. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പൊ പിശാച് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി മനസ്സിലായോ? എനിക്കും നിനക്കും തമ്മിൽ എന്നാ ബന്ധം? പറയണം, പിശാചേ, ബന്ധം ഭയങ്കര ബന്ധമാണ്. എന്നാന്നറിയാവോ? എന്നെ തൊട്ടാൽ നീ വിവരം അറിയും, എന്നെ തൊട്ടാൽ നീ വിവരം അറിയും. ചിലപ്പോൾ നീ നോക്കുന്ന സമയത്ത് നീ വലിയ അജാനബാഹുവായിരിക്കാം, നിനക്ക് ചിലപ്പം 100 അടി പൊക്കം ഉണ്ടായിരിക്കാം, നീ പണ്ട് വലിയ പാട്ടൊക്കെ പാടി സ്വർഗത്തിൽ ഇരുന്നവനായിരിക്കാം, നീ ഭൂമിയിൽ അബ്രഹാം മുതലുള്ള മുഴുവൻ പിതാക്കന്മാരെയും, അതായത് ഏദൻ തോട്ടത്തിൽ ആടത്തെ വരെ മറിച്ചിട്ടവനായിരിക്കാം, നിനക്ക് അവരെക്കാൾ പ്രായമുണ്ടായിരിക്കാം, നിനക്ക് വലിയ ഞങ്ങൾ ദാവീദിനെ കണ്ടിട്ടില്ല, ഏലിയാവിനെ കണ്ടിട്ടില്ല, മോശയെ കണ്ടിട്ടില്ല, പക്ഷെ നീ അവരെല്ലാം കണ്ടവരാണ്. നീ ചെങ്കടല് ഫറവോനെ കണ്ടവനാണ്, എല്ലാം കണ്ടവനാണ്. ഞങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങളെക്കാൾ നിനക്ക് വലിപ്പമുണ്ട്, ഞങ്ങളെക്കാൾ ശക്തിയുണ്ട്, നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ തൊട്ടാൽ യേശു ഇറങ്ങി വരും. അവൻ രാജാക്കന്മാരുടെ രാജാവായവനാണ്. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് എനിക്കും നിനക്കും തമ്മിൽ എന്നാന്നുള്ള പിശാചിന്റെ ചോദ്യത്തിന് വ്യക്തമായി യേശു മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും കർത്താവ് പറയാത്തത്, പിശാചെ, ഞാൻ വന്നിരിക്കുന്നത് ബന്ധിതരെ മോചിപ്പിക്കാനാന്നുള്ളത് നീ നിന്റെ ലൂസിഫറിനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. ആമേൻ. കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നോട് പറയാനൊന്നുമില്ല, കൽപ്പിക്കുക, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. യേശു വന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല കേട്ടോ. കർത്താവ് പറഞ്ഞാൽ പിന്നെ മാറാത്ത രോഗമില്ല, സ്വീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, രോഗക്കിടക്കയിൽ കിടക്കുമ്പം അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറ, എൻ്റെ വിഷയത്തിൽ ഞാൻ അത്ഭുതം കാണും, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഞാൻ അത്ഭുതം കാണും, എൻ്റെ പ്രതിസന്ധിക്കകത്ത് ഞാൻ കരയത്തില്ല, പകരം ഞാൻ ഉണർന്ന് പ്രകാശിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു യേശു ഉണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എനിക്കൊരു യേശു ഉണ്ടെന്ന് പറ. എപ്പോഴും ബലപ്പെടണം. ആരും സഹായിക്കാൻ വരുമെന്നും ആരും ബലപ്പെടുത്താൻ വരുമെന്നും ആരും നിങ്ങളെ ഇങ്ങനെ എപ്പോഴും വന്ന് എൻകറേജ് ചെയ്യുമെന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞത്, അതൊക്കെ ഈ സ്പൂൺ ഫീഡിങ്ങുകളാണ്. എപ്പോഴും നിങ്ങളെ വന്നുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഒറ്റയ്ക്ക് ബലപ്പെടാൻ പഠിക്കണം. യേശു ഒറ്റയ്ക്കല്ലേ വന്നത്? കൂടെ വന്നവരൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. പക്ഷേ യേശു വന്നത് ഒറ്റയ്ക്കാണ്. കർത്താവ് യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഞങ്ങൾ നല്ല പറഞ്ഞത്, യേശു പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞു. അപ്പം ഞാൻ വന്നിരിക്കുന്നത്, കർത്താവ് ഒറ്റയ്ക്കാണ് വന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പറയണം, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. ശരിയാണ്, എനിക്ക് സങ്കടം വരുന്നു, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്, എനിക്ക് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും നശിച്ചുപോയി. പക്ഷേ എങ്കിലും ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷ നമുക്കുണ്ട് കേട്ടോ.
ഒരു പ്രതീക്ഷ. ഞാൻ പറയാം, ഈ പ്രശ്നത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ചാൻസ് ഉണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് പറ. എനിക്കൊരു വലിയ ചാൻസ് ഉണ്ടെന്ന് പറ. അങ്ങനെ വേണം പറഞ്ഞു പഠിക്കാൻ. അങ്ങനെ പറഞ്ഞു. ആരെങ്കിലും പറയുവാണ് ഒരു ചാൻസും ഇല്ല, നോ ചാൻസ്, ഇനി അതിൻ്റെ അകത്ത് ഒന്നും നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകൂടെ പറഞ്ഞു, എനിക്ക് വലിയൊരു ചാൻസ് ഉണ്ട്, അതെൻ്റെ യേശുവാ. എനിക്ക് വലിയൊരു ചാൻസ് ഉണ്ട്, ചെറിയ ചാൻസ് ഒന്നുമല്ല. ചിലപ്പോൾ പറയാറില്ലേ, ഒരു ചാൻസും ഇല്ല രക്ഷപ്പെടാൻ. മെഡിക്കൽ സയൻസ് പറഞ്ഞ് ഇനി ഒരു ചാൻസും ഇല്ല, ലോകം പറഞ്ഞ് ഇനി ഒരു ചാൻസും ഇല്ല. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമല്ല കേട്ടോ, നിങ്ങളെ ചുമ്മാ എൻകറേജ് ചെയ്യുമല്ല, ചുമ്മാ നിങ്ങളെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. സത്യം പറയുക, സത്യം പറയുക. യേശു ക്രിസ്തു പുസ്തകം അടച്ചു വെച്ചിട്ട് അടുത്ത ആഴ്ച ഞാൻ അടുത്തത് യേശുവിൽ 53 വായിക്കാൻ പോകുന്ന പറഞ്ഞ് പോവല്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് കർത്താവ് പിന്നെ അങ്ങോട്ട് യാത്ര തുടങ്ങി. നോക്കിയേ, നമ്മൾ ലൂക്കോസ് 4-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ബന്ധിതരെ മോചിപ്പിക്കാനാണ്. എനിക്കൊരു വലിയ ചാൻസ് ഉണ്ട് പറ. എനിക്ക് എപ്പോഴും പറയാം, എനിക്ക് വലിയൊരു സാധ്യതയുണ്ട്. കടക്കാരൻ നിങ്ങളെ ഇട്ട് കറക്കുമ്പോൾ, വഴി മുഴുവൻ അടയുമ്പോൾ, സകല വാതിലും അടയുമ്പോൾ, എല്ലാ പ്രതിസന്ധിയും അടയുമ്പോൾ, നാട്ടുകാർ നിങ്ങളെപ്പറ്റി പറയും, എല്ലാ വഴിയും അടഞ്ഞല്ലോ, എല്ലാ ചാൻസും തീർന്നല്ലോ, എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആയല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ വിളിച്ചു പറയണം, എനിക്ക് വലിയൊരു ചാൻസ് ഉണ്ട്, എനിക്ക് വലിയൊരു ചാൻസ് ഉണ്ട്, എനിക്ക് വലിയൊരു ചാൻസ് ഉണ്ട്. എൻ്റെ യേശു ക്രിസ്തുവാണ് എൻ്റെ വലിയ ചാൻസ്. ആമേൻ. ഇതാണ് പിശാചേ നിന്റെ ചോദ്യത്തിന് ഉത്തരം. നിനക്കും തമ്മിൽ എന്നാ ബന്ധമെന്ന് ചോദിച്ചാൽ, കർത്താവ് പറയും, ഞാൻ ഇതിലെ ചുമ്മാ ഒന്ന് പോയപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ കയറിയതല്ല, ഇവന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറുതെ കയറി വന്നതല്ല. ഉടനെ പറഞ്ഞോണം, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വരുമെന്ന് പറയണം. എപ്പോഴും പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് വേണ്ടി അവൻ വരും, എനിക്ക് വേണ്ടി കർത്താവ് ഇടപെട്ടിരിക്കും, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ബലപ്പെട്ടോണം, ശക്തിപ്പെട്ടോണം, ഉറച്ചോണം. അല്ലാതെ നമ്മൾ വെറുതെ പ്രതിസന്ധിയുടെ നടുവിൽ, ശരിയാ, നമ്മൾ കരയുന്നത് ഞാൻ ഒരിക്കലും കളിയാക്കുകയോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയൊന്നുമില്ല. കരച്ചിലൊക്കെ വന്നാലും, കുറച്ചു നേരമൊക്കെ കരച്ചിൽ വന്നാലും പിന്നെ കരച്ചിലിനെ പ്രോത്സാഹിപ്പിക്കരുത്. സങ്കടങ്ങൾ വരുമ്പം പ്രോത്സാഹിപ്പിക്കരുത്. സങ്കടം വന്നാൽ കരഞ്ഞോണം, സന്തോഷം വന്നാൽ ചിരിച്ചോണം, ബലഹീനത വന്നാൽ കുറച്ച് ഇരുന്നോണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻ അതൊക്കെ പ്രകടിപ്പിച്ചോണം. പക്ഷെ അതിനെ തുടരാൻ അനുവദിക്കരുത്. എണീറ്റ് പ്രകാശിക്കണം. കിടക്കരുത്, അവിടെ ഇരിക്കരുത്. ഇരിക്കുന്നത് നല്ലതാണ്, ഇരുന്ന് കിടന്നു പോകരുത്. ചാടി എണീക്കാൻ ശ്രമിക്കണം, ചാടി എണീക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾക്കറിയാം, ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, അവർ ചെറിയ പ്രായത്തിൽ തന്നെ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ജോഷുവ, പിന്നെ 1 വയസ്സ്, എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ്, 1 വയസ്സ് കഴിയുന്ന സമയത്ത് തന്നെ ഈ കൈയും കാലും ഒക്കെ ഇട്ട് അനക്കാനും ഈ ഭയങ്കര അങ്ങോട്ട് ഇവരൊരു ടെൻഡൻസി കാണിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എണീക്കുവാനുള്ളൊരു ടെൻഡൻസി, നടക്കുവാനും. നമ്മളാരും ഇങ്ങനെ നടക്ക്, ചാടി എണീക്കുക, വലത് കൈ കുത്തിപ്പിടിക്കുക, ഇടത് കൈ കുത്തിപ്പിടിക്കുക, നമ്മളവരെ പൊക്കിയെടുക്കാറൊന്നുമില്ല. അവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പരിശീലിപ്പിക്കുക. അവർ തന്നെ ശ്രമിക്കുക. അവരെ കിടന്ന കിടപ്പിൽ കമന്ന് കിടക്കുവാനും നീന്തുവാനും, അവർ ഒരു കാലെ പിടിച്ച് നിൽക്കുവാനും, പയ്യെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് എന്തിനും അവരുടെ ലക്ഷ്യം ഓടുക എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം കിടക്കുക എന്നുള്ളതല്ല. നമുക്കിഷ്ടം കുഞ്ഞുവാവ ഇങ്ങനെ കിടക്കാൻ വേണ്ടി അല്ലേ, പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എണീറ്റ് ഓടണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുകയാണ്? പരിശീലിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഓടിപ്പോയിട്ട് കൊച്ചിനെ പിടിച്ച് നിർത്തി നോക്കുവാണോ? അല്ല. കൊച്ചിനോട് കൈ പൊക്കാൻ പറയുവാണ്? അല്ല. കൊച്ചുങ്ങളോട് നമ്മൾ എന്ത് ചെയ്യാറില്ല? അവരെ മോട്ടിവേറ്റ് ചെയ്യാറില്ല. അവർ തന്നെ മോട്ടിവേറ്റ് ആവുക. അവർ തന്നെ എന്ത് ചെയ്യുക? ശ്രമിക്കുകയാണ്. അവർ കൈകാലുകൾ ചലിപ്പിക്കുന്നു, അവർ എണീക്കുവാൻ ശ്രമിക്കുന്നു, അവരൊറ്റയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നു. ഇതേപോലെ നിങ്ങളൊന്ന് പഠിച്ച്, യേശു പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നു. ഒത്തിരി പഠിക്കാറുണ്ട് നമ്മൾ ആ വാക്കിൽ. യേശു പറഞ്ഞ വാക്ക് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ശിശുക്കളെ പോലെ ആകുവിൻ എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ ചുമ്മാ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി, അവർ പെട്ടെന്ന് നമ്മളെപ്പോലെയല്ല, സംശയിക്കാതെ വിശ്വസിക്കുന്നവരാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംശയിക്കാതെ നമ്മൾ അവരെ പറ്റി അവർ നമ്മൾ പറയും നിഷ്കളങ്കര. കാര്യം എന്താ? നമ്മൾ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം കൊടുത്തിട്ട് കറന്നു പോകുന്നത് അത് മൈനയാന്ന് പറഞ്ഞാൽ, കാക്കയെ കാണിച്ചിട്ട് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അവർക്ക് നിങ്ങൾ എന്തു പറയുന്നതോ അവർ വിശ്വസിക്കും. അതവർ ഭോഷന്മാരായതുകൊണ്ടല്ല, അവരങ്ങനെയാണ്. നിഷ്കളങ്കമായ വിശ്വാസമാണ് അവരുടെ. നിങ്ങളിതുപോലെ ആയിരിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും യേശു പറയുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഭോഷനെ പോലെ വിശ്വസിക്കണം, നിഷ്കളങ്കമായി. അതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത. അവരെന്ത് ചെയ്യത്തില്ല? അവരാലോചിക്കത്തില്ല, അയ്യോ അത് ശരിയാണോ എന്ന് ചിന്തിക്കത്തില്ല. അവരതിനെ അപ്പം തന്നെ, നിങ്ങൾ എന്തു പറയുന്നു കേൾക്കുന്നു, അത് അപ്പം തന്നെ അവരെന്ത് ചെയ്യും? ചാടിപ്പിടിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ നമ്മൾ എന്ത് ചെയ്യാറില്ല? അബദ്ധങ്ങളൊന്നും പറയാറില്ല, അല്ലേ? ആമേൻ.
അപ്പം അതേപോലെ നിങ്ങൾ തന്നെത്താൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കണം എന്ന് വെച്ചാൽ പറയണം, എൻ്റെ യേശു എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ വേണ്ടിയാ ഇവിടെ വന്നത് തന്നെ, എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്നെ അത്ഭുത സാക്ഷിവാക്കാൻ വേണ്ടി. ആമേൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. നോക്കി, മർക്കൂസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ വാക്യം താഴേക്ക് വരാം. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവനെ വിടിവിക്കുന്ന രംഗം നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് ഇന്ന് വരിക തന്നെ ചെയ്യും. ആമേൻ. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പോകുക എന്ന് പറഞ്ഞു. നിന്റെ പേരെന്ത്? ലെഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. അതിനുശേഷം അവിടെ മലയിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. പന്നികളിലേക്ക് കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ ചിന്തിക്കും, ഈ പന്നിയും പിശാചുമായിട്ട് വല്ല ബന്ധമുണ്ട്? ഒരു ബന്ധവുമില്ല. അവിടെ ആടാണെങ്കിൽ ആടെന്ന് പറഞ്ഞേനെ. ചിലരതിനെ വ്യാഖ്യാനിക്കാറൊക്കെ ഉണ്ട്. പഴയ നിയമത്തിൽ ഒറ്റക്കുളമ്പുള്ള അതിനെ കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് പല കാര്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എണ്ണരുതെന്ന് പറയുന്നുണ്ട് ദൈവം ഉദാഹരണം കാണിക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കത്, അപ്പോൾ ചിലരിങ്ങനെ ആ സംശയം ഞാൻ തീർത്തു വിടുക കേട്ടോ. ചിലർ പറയുന്നുണ്ട്, ബദറെ പന്നിയും പിശാചുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല കേട്ടോ. അവിടെ അത് കണ്ടതുകൊണ്ട് അവൻ പറയുകയാണ്, അവൻ ആ ശരീരത്തിൽ ഒരു ശരീരം പിശാചിന് എപ്പോഴും വേണം. പിശാചിന് ഒരിക്കലും അവൻ ആത്മാവാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവന് ഒരു ആത്മാവാണ്. അവനൊരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയത്തില്ല. അവനൊരു ശരീരം വേണം. അവന് പാമ്പ് വേണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവനൊരു ശരീരം ആവശ്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും അവൻ പറയുന്നത് അവൻ പന്നി വേണം, മനുഷ്യനെ വേണം എന്നൊക്കെ പറയാൻ കാരണം അവനൊരു ശരീരം ആവശ്യമാണ്. ഇവിടെ വചനം പറയുന്നു, അവർ അനുവാദം കൊടുത്തു, അശുദ്ധാത്മാ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം, അത് നമുക്കറിയാം, കടലിലേക്ക് ചാടി അത് വീർപ്പ് മുട്ടി ചത്തു എന്ന് പറയുന്നുണ്ട്. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. യേശു അവൻ്റെ അടുക്കൽ വന്ന് ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തനെ വസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ വസ്ത്രം ധരിപ്പിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ ലെഗ്യോൻ ഉണ്ടായിരുന്ന വസ്ത്രം ധരിപ്പിച്ച് സുബോധം പൂണ്ടിരിക്കുന്നത് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തൻ എന്ത് സംഭവിച്ചു? പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പം രണ്ട് കാര്യമാണ്. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നിക്ക് സംഭവിച്ചതും അവരറിയിച്ചു. അപ്പോൾ അവനോട് ഞങ്ങൾ എതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു. നമ്മൾ നോക്കി, അപ്പം നാട്ടുകാർ പറയുകയാണ്, ദൈവമേ ഇവർക്ക് വലിയ അതിശയമോ, കാരണം ഇത്ര നാളും ഭൂതമുള്ളവൻ രക്ഷപ്പെട്ടത് അവർക്ക് സന്തോഷമാണെങ്കിലും അവരുടെ വിഷമം മൊത്തവും പന്നി പോയതാണ്. ഇതാ നമ്മുടെ എല്ലാം കുഴപ്പം. അത്രയും നാള് തകർന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടതിനേക്കാൾ ഉപരി അവരുടെ ചിന്ത മൊത്തവും പന്നികളുടെ കാര്യം ഓർത്തിട്ടാണ് അവരെന്ത് ചെയ്തു? യേശുവിനോട് പറയാം, കർത്താവേ ഞങ്ങളുടെ അതിര് വിട്ട് പോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി. ആമേൻ. ഉടനെ എന്ത് ചെയ്തു? അവർ പടക് ഏറിയപ്പോൾ ഭൂതസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു. അവൻ പോയിക്കുവാണ്, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, യേശു അവനെ അനുവദിക്കാതെ. കാര്യം ആദ്യം നീ ചെയ്യേണ്ടത്, നീ നിൻ്റെ വീട്ടിൽ ചെല്ലണം. നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതൊക്കെയും പ്രസ്താവിക്കുക. ഇതാണ് സാക്ഷ്യം പറയുവാൻ പലപ്പോഴും പറയുന്നത്. നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ചിലർ ചിന്തിക്കും, ബ്രദർ എന്തിനാണ് ഈ സാക്ഷ്യമൊക്കെ വന്ന് പറയുന്നത്? നോക്കി, യേശു പറയുകയാണ്, നീ എൻ്റെ കൂടെ വരാനല്ല ആദ്യം ചെയ്യേണ്ടത്, നിനക്ക് ദൈവം ചെയ്തതിനെ പറഞ്ഞു നടക്കണം. കണ്ടോ, ഞാൻ പറയുന്നതല്ല കേട്ടോ. സാക്ഷ്യം പറയുന്നവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി സാക്ഷ്യം പറയാൻ തയ്യാറായവർ തീരുമാനിച്ചു, ഞാൻ എത്ര ആൾക്കാരുണ്ടോ അത്രയും പേരുടെ നടുവിൽ ഞാൻ യേശുവിൻ്റെ സാക്ഷ്യം പറയും എന്ന് തീരുമാനിച്ച് എൻ്റെ അത്ഭുത സാക്ഷ്യം ഞാൻ എല്ലാവരോടും പറയുന്നു പറ. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ ജീവിതം അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. ഇവിടെ നിങ്ങൾ യേശു പറയുകയാണ്, നീ നിന്റെ വീട്ടിൽ പോയി നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നീ അവരെ കാണിക്കുകയും പ്രസ്താവിക്കുക, അഥവാ പറയുക എന്നവനോട് പറഞ്ഞു. കണ്ടോ, അപ്പോൾ യേശു ചെയ്തത് എന്ത് ചെയ്യരുത്? മിണ്ടാതിരിക്കരുത്. സാക്ഷ്യം പറയുമ്പോൾ ബ്രദറെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ വീട്ടിൽ ഇരുന്നോളാം, ഓക്കെ. പക്ഷെ കർത്താവ് പറയുകയാണെ, ദൈവം നിന്നോട് കരുണ കാണിച്ചതാ. ഒരു രോഗം മാറുമ്പോൾ, ഒരു പ്രശ്നം മാറുമ്പോൾ, ഒരു പ്രതിസന്ധി മാറുമ്പോൾ അത് തകർന്ന് പോകേണ്ടതാ കേട്ടോ, മുടിപ്പിച്ചു പോകേണ്ടതാ. അത് അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും പിശാച് വരുന്നത്. ആ സ്ഥാനത്ത് ദൈവത്തിന് എന്നോട് കരുണ തോന്നിയത് കൊണ്ടാണ് സാക്ഷ്യം എനിക്ക് ചെയ്തത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണമെന്ന് ബൈബിൾ പറയുന്നു. അതെന്ത് ചെയ്യണം? അത് പറയണം. കർത്താവ് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പ്രവർത്തികൾ എല്ലാവരും പറഞ്ഞു. നിങ്ങൾ സൂമിൽ മാത്രമല്ല സാക്ഷ്യം പറയേണ്ടത്, നിങ്ങൾ നടക്കാൻ പോകുന്ന പ്രാർത്ഥന മാത്രമല്ല, കാണുന്നതോടൊക്കെ പറയണം, ഇതേ യേശു എന്നെ വിടിവിച്ചു കേട്ടോ. എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പലരോടും പറയാറുണ്ട്, എന്നെ കർത്താവ് വിടിവിച്ചതൊക്കെ. എനിക്ക് അവസരങ്ങൾ, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് അവസരങ്ങൾ തുറക്കണം, എന്നെ കർത്താവ് വിടിവിച്ചത് പറയുവാൻ കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടി. കാര്യം എൻ്റെ ഒരു സാക്ഷ്യം അവനെ വിടിവിക്കുമെന്നേ. ഈ ഭൂതഗ്രസ്തൻ പറയുക, വേറൊരു വീട്ടിൽ ചെന്നിട്ട് പറയുക, ഇതേപോലെ ഭ്രാന്തുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ, അയ്യോ താടിക്ക് കൈ കൊടുത്തോണ്ട് എന്നാ ചെയ്യാൻ ആൻറ്റി, അങ്ങനെ പറയത്തില്ല. ആൻറ്റിയെ ഞാൻ ഇതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ, ഞാൻ ഇതിനേക്കാൾ കഷ്ടമായിരുന്നു, എൻ്റെ ജീവിതം ഇതിനേക്കാൾ മൃഗീയമായിരുന്നു, ഒരു ഉടുതുണി പോലും ഇല്ലാതെ പട്ടണത്തിലൂടെ എന്തൊരവസ്ഥ അവരുടെ കുടുംബക്കാരുടെ അല്ലേ, നഗ്നനായി
മുറിവേറ്റവനായി, സ്വന്തം ശരീരത്തെ മുറിക്കുന്നവനായി, രാവും പകലും ആഹാരം കഴിക്കാതെ കല്ലറമേലും എല്ലാം കിടന്നവനായിരുന്നു സഹോദരി ഞാൻ. എൻ്റെ യേശു എന്നെ വിടുവിച്ചുവെന്ന് പറയുന്നവരാകണം. ആമേൻ. അപ്പോൾ യേശു വന്നത് ഇതിനു വേണ്ടിയാണ്, ഇത് വന്നത് നിങ്ങൾ പറഞ്ഞു നടക്കാൻ വേണ്ടിയാണ്. ആമേൻ. ഇതാണ് സുവിശേഷം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണെന്ന് കുറച്ച് നേരം പറ. നമുക്ക് നടക്കാൻ പോകുന്ന മീറ്റിങ്ങിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അല്ലേ? ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി 3 ദിവസം കൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളൂ. കർത്താവ് അവിടെ വലിയ, ഇതുപോലെ കേട്ടതുപോലെ വലിയ ബന്ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും, പ്രതിസന്ധികൾ മാറും, അത്ഭുതങ്ങൾ നടക്കും. യേശു ജീവിക്കും. തീരുമാനിച്ച് ഞാൻ അത്ഭുത സാക്ഷ്യം എന്ന് ഇവിടെ പറയും. ഈ ഒറ്റ രാത്രി ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ നേരമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവരെന്നെ കേൾക്കുന്നവരെ ഞാൻ പറയുന്നു, ഈ ദിവസം നമുക്ക് എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നു. ചാടി വാ, യേശുവിൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങളെ അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കും. തീരുമാനത്തോടെ വാ. ഞാൻ കാണാൻ വരുന്നതും ബ്രദറിനെ അല്ല, യേശുവിനെ കാണാൻ വേണ്ടി വരിക, ആരാധിക്കാൻ വേണ്ടി വരിക, സ്തുതിക്കാൻ വേണ്ടിയാണ് വരുന്നത്. യേശുവിനെ ആരാധിക്കുമ്പോൾ അവിടെ ബന്ധനം അഴിയും, മോചിതനം ഉണ്ടാവും. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിത്തീരും. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നതിൽ കൈവച്ച് എന്നിട്ട് പറ, യേശു വന്നത് എനിക്ക് വേണ്ടിയാന്ന് പറ. എൻ്റെ രോഗം യേശു വഹിച്ചു, എൻ്റെ വേദന യേശു ചുമന്നു. ഞാൻ രോഗിയല്ല. പറ, ഞാൻ രോഗിയാണെന്ന് പറയരുതേ. രോഗമുള്ളവർ രോഗിയാന്ന് പറയാതെ, എൻ്റെ രോഗം യേശു വഹിച്ചതുകൊണ്ട് ഞാൻ രോഗിയല്ല, അത്ഭുത സാക്ഷ്യത്തില്ല. പറ, അത്ഭുതത്തില്ല, ഞാൻ അത്ഭുതത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ, ബന്ധനങ്ങൾ, വേദനകൾ കുടുംബം വിട്ട് അഴിയുക. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ ശാപങ്ങളും, എല്ലാ പാരമ്പര്യ ശാപങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നപ്പ, എല്ലാ രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. എല്ലാ രോഗത്തിൻ്റെ ആത്മാക്കളെയും പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം, അത്ഭുതം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് യേശുവിനെ സ്വീകരിച്ച് പറഞ്ഞ് ആമേൻ പറഞ്ഞിട്ടെടുത്ത് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഏറ്റുപറ, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുത സമയമാണ്. മെഡിക്കൽ സയൻസ് എന്തും പറഞ്ഞോട്ടെ, അവരുടെ കുഴപ്പമല്ല. അവർ പഠിച്ചതാണ്, കണ്ടതാണ്, അറിഞ്ഞതാണ്, സത്യമാണ് ലോകപ്രകാരം. പക്ഷെ ബൈബിൾ പ്രകാരം സത്യമല്ല. മരിച്ചവനെ ഉയർപ്പിച്ച യേശുവിൻ്റെ കർത്താവ്, മരിച്ചവനെ ഉയർപ്പിച്ച യേശുവിൻ്റെ കർത്താവ് ഇപ്പോൾ എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ, വിശ്വസിക്കുന്നപ്പോൾ, ഏത് രോഗമായിക്കോട്ടെ, ഇനി ഇതിൻ്റെ അകത്തൊരു മരുന്നില്ല. നമ്മൾ എത്രയോ സാക്ഷ്യം കേട്ടല്ലേ, മരുന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. 4 മാസം ഒരു സൗകര്യം പറയും, ഇനി ഒരു മരുന്നില്ല എന്ന് ഡോക്ടർ വരെ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ലെങ്കിലും നമ്മൾ കേട്ടതാ. ഇനി അതിന് മെഡിക്കൽ സയൻസിൽ മരുന്നില്ല എന്ന് പറഞ്ഞ രോഗത്തെ വരെ യേശു സൗഖ്യമായത് നമ്മൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കലും ഇനി അത് ഓർഡർ ആകത്തില്ലെന്ന് പറഞ്ഞ അത്ഭുത പ്രിൻസ് ആൻഡിയുടെ മോനെ പറ്റി നമ്മൾ ഇന്നാൾ കേട്ടു. ഒരിക്കലും അത് മെഡിക്കൽ സയൻസ് പ്രകാരം റെഡി ആകത്തില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ മകൻ നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ ഇടയായിത്തീർന്നു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി നമ്മൾ കേട്ടു, യേശു അത്ഭുതം ചെയ്തു. ഒരിക്കലും റെഡിയാകത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ കർത്താവിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉറപ്പായിട്ട് പറയണം. ഞങ്ങളെയൊക്കെ കർത്താവ് വല്ലതും ചെയ്യുമോ ബ്രദറെ? ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദൈവം പ്രവർത്തിക്കുക ബ്രദറെ? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുക. പറയണം, എൻ്റെ യേശു വന്നത് തന്നെ എനിക്ക് വേണ്ടിയാ. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അല്ലാതെ പിശാചിൻ്റെ തന്ത്രമാണ്, ഞങ്ങളെ ഒന്നും പ്രാർത്ഥനയൊക്കത്തില്ല, അവരൊക്കെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ. അല്ലെന്നേ, നിങ്ങൾക്ക് വേണ്ടി കാണാതെ പോയതാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. നിങ്ങൾ യേശുവിൻ്റെ ആട് തന്നെയാണ് കേട്ടോ. ഇന്ന് അത്ഭുതമാണ്. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു പത്മ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുക. പത്മ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന പത്മയ്ക്ക് അതേപോലെ ഷേപ്പ്, അതേ രീതിയിൽ തന്നെയുള്ളൊരു മോളെ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. പത്മ എന്ന് പറയുമ്പോൾ തന്നെ ആ മോൾക്ക് വേണ്ടിയും ഈ പറയുന്ന പത്മ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വ്യക്തിയെ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ദൈവം ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത്, കേൾക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. സിസ്റ്ററാണ് പത്മ? അതെ. സിസ്റ്റർക്ക് ഈ മോളുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു മോളുണ്ട്. അവർക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോ, ആ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ വലിയ പ്രവൃത്തി ഇന്ന് മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വിഷയത്തിന്റെ മേൽ അത്ഭുത വിടുതൽ സംഭവിക്കുന്നപ്പോ, ആ കുടുംബത്തിന്റെ മേൽ ഞാൻ കാഴ്ച കാണുന്ന സിസ്റ്ററെ, ഇങ്ങനെ കണ്ണുനീര് തോരാത്തൊരു ഭവനമാണത്. കണ്ണുനീര് തോര അവിടെ കയറി വരുന്ന ആൾക്കാർക്ക് ആ വീട് മൊത്തം
മൊത്തം ഒരു കണ്ണുനീരിൻ്റെ ഭവനമാണ്. മുഴുവൻ കാലഘട്ടം തലമുറകളായിട്ട് കണ്ണുനീര് വീണ കുടുംബമാണ്, കരയുന്ന ഭവനമാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ചിരിക്കുന്ന മുഖങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ചൊരിയുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഞാൻ മറ്റൊരു ഭവനത്തെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ഈ മഞ്ഞ ജമന്തിപ്പൂ പോലിരിക്കുന്ന, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, അങ്ങനത്തെ ഒരു മഞ്ഞപ്പൂ, ആ ഷേപ്പ് തന്നെയുള്ളത്, എക്സാക്ട്ലി ആ പൂ എനിക്കറിയത്തില്ല, അതേ ഷേപ്പിലുള്ള ഒരു മഞ്ഞ കളറിലെ പൂവുള്ള ഒരു ചിത്രം വെച്ചിരിക്കുന്ന ഒരു ഹോള്, വീടിൻ്റെ അകത്ത് ഒരു ഹോള് ഞാൻ കാണുവാണ്. അതിൽ ഈ ചിത്രമുള്ള ഈ ഒരു പൂവിൻ്റെ ചിത്രമുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ഹസ്ബൻഡിന്, അതായത് ആ കേൾക്കുന്ന വ്യക്തിയുടെ ഹസ്ബൻഡിന് ഞാൻ കാണുന്ന ഒരു സഹോദരനും കൂടെ ഉള്ളതാണ്. ആ രണ്ടുപേരെ കണക്ട് ചെയ്ത് കർത്താവിനൊരു വാക്ക് പറയുന്നു. തലമുറകളായിട്ട് അവരുടെ കുടുംബത്തിൽ ഇന്ന് കയറിക്കൂടിയ ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ശരീരത്തിൻ്റെ ആ ഉദരത്തിൻ്റെ ഭാഗത്ത് ഞാൻ ദൈവത്തിൻ്റെ വലിയൊരു സ്പർശനം ആ വ്യക്തിയുടെ മേൽ തൊടുന്നതായിട്ട് കർത്താവ് എന്നെ ഇന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ കുടുംബം സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ തുറക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോകണം. കുടുംബക്കാരുടെ നടുവിൽ ഇന്ന് കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുതകരമായ സാക്ഷ്യമാക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പം അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു, ഒരു റെജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ആ ഒരു റെജിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് രണ്ട് പെൺമക്കളെ ഞാൻ കർത്താവിനെ കാണിച്ചു. 2 പെൺമക്കളെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് റെജി എന്ന് പറഞ്ഞ ആളുടെ ഭവനത്തിൽ. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ഞാനൊരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കും, ഒരു വസ്തുവിനെ കർത്താവ് എന്നെ കാണിക്കുക. ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ഇന്ന് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അത് അനുഭവിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ പോലും അറിയാത്ത ചില പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അതൊരു സാക്ഷ്യമാക്കി തീർക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കല്യാണി എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ആളല്ല, ഒരു കൊച്ചിനെ ഞാൻ കാണുന്നത്. കൊച്ചെന്ന് പറഞ്ഞാൽ മോളാണ്, അതായത് ഒത്തിരി ഏജുള്ള ആളല്ല. കല്യാണി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കൊച്ചുമല്ല, കല്യാണി എന്ന് പറഞ്ഞൊരു മോളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഈ സമയത്ത് ആലോചന ഇടപെടുന്നവർ മാത്രമേ നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതി. സൂമിലും ലൈവിലും ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെയുള്ളവർ മാത്രമേ നിങ്ങൾ മാറ്റുള്ളൂ. അല്ലാത്തവർ ശ്രദ്ധിച്ചോണം, കേട്ടുകൊണ്ടിരുന്നാൽ മതി. പറയാൻ വേണ്ടിയാണോ? റെജി എന്ന് പറഞ്ഞ ഒരു വയനാട് നമ്മുടെ വീടിന്റെ അടുത്തുള്ളതാണ്. അവിടെ 2 പെൺകുട്ടികളുണ്ട്. മൂത്ത കുട്ടീന്റെ കല്യാണം കഴിഞ്ഞു, പക്ഷെ അത് ഒഴിവായി പറയുന്നത്. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി സിസ്റ്ററെ പോയി പ്രാർത്ഥിച്ചോണം. കർത്താവ് പറയുന്ന ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം, പ്രത്യേകിച്ച് ഈ റെജി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരനും തമ്മിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. അവരുടെ കുടുംബത്തിൻ്റെ മേൽ ആ വിഷയത്തെ, ബന്ധനത്തെ അഴിക്കുവാൻ യേശു മതിയായ ദൈവമാണെന്ന് പറയുന്നു. അത്ഭുതം നടക്കും കേട്ടോ. കർത്താവ് സഹോദരന് കാല് ഇങ്ങനെ വളഞ്ഞിട്ട് അതിനൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് അതിരിക്കുവാണ് ഇപ്പം. ഈ പറഞ്ഞ പുള്ളിയുടെ സഹോദരൻ, അതെ. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ. കർത്താവ് അത്ഭുതം ചെയ്യുന്നുണ്ട്. നമ്മളെ ആ കുടുംബത്തിൽ ദൈവം അയക്കുന്നത് അവരുടെ മുമ്പിൽ സാക്ഷിയാക്കാൻ വേണ്ടിയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ചു. നമ്മൾ തുടക്കത്തിലെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ആരംഭിച്ചത് തന്നെ. ആ സ്പൈനൽ കോഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് വേദന ആയിക്കോട്ടെ, യേശു അത്ഭുതം കൈവച്ചോ. അവിടെ നിങ്ങളിനി പ്രത്യേകിച്ച് അതിനുവേണ്ടി നിയോഗമൊന്നുമില്ല, കൈയെടുത്ത് വെക്ക്. വേദന ഉള്ളവർ കൈയെടുത്ത് വെച്ചിട്ട് എന്താണോ ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളത് അതിനെ ഒന്ന് ചലിപ്പിച്ച്, ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങൾ അവിടെ കടന്ന് ഉറങ്ങാൻ ശ്രമിക്കത്തില്ല, അവർ ചാടി എണീക്കാൻ ശ്രമിക്കുന്നത് പോലെ ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുമെന്ന് പറഞ്ഞത്. ഒന്നൊന്ന് പരിശീലിച്ച് ഇപ്പോൾ അത്ഭുത സൗഖ്യം എന്താണോ ചെയ്യുവാൻ കഴിയാത്തത് നടക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്,
ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വിളിപ്പേര് പോലെ കാണുവാണ്. ആ വിളിപ്പേര് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്ന ഒരു വിളിപ്പേര്, പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. എല്ലാവരും ആ പേര് പറഞ്ഞൊരു വ്യക്തിയെ വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ കേൾക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞ മകൻ എന്ന പദവിയിലല്ല, പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആ വ്യക്തിയെ ഇങ്ങനെ വിളിക്കുന്ന ഒരു വിളിപ്പേര് പോലെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വിളിപ്പേര് വിളിക്കുന്ന ആ ഒരു വ്യക്തിയെ, ആ കുടുംബത്തെ കർത്താവ് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ആ വ്യക്തി പറയാൻ വേണ്ടിയാണോ നിങ്ങൾ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് യേശു തൊടുകയാണല്ലോ. അപ്പോൾ അങ്ങയുടെ അത്ഭുതത്തെ അവിടെ വെളിപ്പെടുകയാണല്ലോ കർത്താവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെറ്റർ, അതായത് ഒരു ലെറ്റർ, അത് നീണ്ടിരിക്കുന്ന നമ്മുടെ സാധാരണ ലെറ്റർ അല്ല, ഒരു എന്താ പറയുക, കുറച്ച് പേപ്പറുകൾ അതിൻ്റെ അകത്ത് നിറച്ച് നീട്ടി വെച്ചിരിക്കുന്ന നീളത്തിലുള്ള ഒരു ലെറ്ററാണ്. അത് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് വന്നതാണ്. അത് ഓൾറെഡി പൊട്ടിച്ചിട്ട് അതേ ലെറ്റർ വായിച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് വെച്ചിരിക്കുന്നത് ബെഡ്റൂമിലൊരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്, കാണാവുന്ന പോലെ വെച്ചിരിക്കുന്നത്. ആ വ്യക്തിയോട് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട്, ആ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് വറീഡാകേണ്ട, ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയെ കർത്താവ് അത് ചെയ്യാൻ പോകും. അതിലൊരു സീല് വെച്ചിരിക്കുന്ന ഒരു പേപ്പറും അതിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ, അത് കയ്യിലെടുത്ത് വെച്ചോ. ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകും. ദൈവം അത് തുറക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ആ വിഷയത്തിൻ്റെ മേൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അപ്പം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പോൾ അതിരുകളെ വിസ്താരമാക്കുന്ന നല്ല കർത്താവ്, അങ്ങയുടെ അത്ഭുതം അവിടെ റിലീസ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഞാനൊരു ഭവനത്തെ കർത്താവ് പിന്നെയും കാണിക്കുന്നു. വീടിൻ്റെ ഇടതുവശത്തായിട്ട്, വീടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങിയാൽ അതിൻ്റെ ഇടതുവശത്തായിട്ട് വലിയൊരു ആഞ്ഞിലിമരം നിൽക്കുന്നു. വലതുവശമല്ല, ആ ഇടതുവശത്ത് ഇതിൻ്റെ അതിരിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നു. പറഞ്ഞു. എനിക്ക് പറയാനുണ്ട്. എൻ്റെ ബെഡ്റൂമിലാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം പിന്നെ ജപ്തി സമയം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് 11-ാം തീയതി അദാലത്തായിരുന്നു. അപ്പൊ ഈ അദാലത്തിന് പോകുമ്പോ എനിക്ക് പിന്നെ പൈസയൊന്നും അടയ്ക്കാനില്ല. അങ്ങനെ ഞാൻ 10-ാം തീയതി വന്ന അദാലത്തിന്റെ പേപ്പർ എടുത്തു വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ദൈവത്തോട്ട് കരഞ്ഞു, കർത്താവെ എന്തേലും എനിക്ക് വേണ്ടി ചെയ്യണേന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 10-ാം തീയതി ആയപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി വീട് ജപ്തി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇപ്പൊ പാസ്സാക്കിയിട്ടുണ്ട്. ബ്രദർ അറിഞ്ഞിരിക്കും. അപ്പൊ ആ പേപ്പർ എന്റെ ബെഡ്റൂമിനകത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചു. ആ കവർ കീറിയിട്ട് ഞാൻ എന്റെ ബൈബിളിന്റെ സൈഡിൽ വെച്ചിട്ട് ഇന്ന് ഞാൻ വീണ്ടും അതിനെ എടുത്ത് കർത്താവ് എനിക്ക് വേണ്ടി ഇനി എന്തോ പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബെഡ്റൂമിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് എടുത്തുകൊണ്ടെന്ന് വെച്ചിരുന്നു. അതിനകത്ത് സീലടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പേപ്പർ സിസ്റ്ററുടെ പേപ്പറാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന ആലോചന. എന്റെ പേപ്പറാണ്. സിന്ധു എന്നാണ് എന്റെ പേര്. ഇതിന് മുന്നേയും ബ്രദർ എനിക്കൊരു മോളുടെ തൃശ്ശൂരത്തെ ഒരു കേസുമായിട്ട് ബ്രദർ എനിക്ക് ആലോചന പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ, ഞങ്ങളിപ്പോൾ ഈ പേപ്പർ കാണാൻ വല്ലോ സാധ്യതയുണ്ടോ? ഇപ്പൊ പറഞ്ഞേക്കുന്ന ഈ പൊട്ടിച്ചു വെച്ചേക്കുന്ന പേപ്പർ ബെഡ്റൂമിൽ ഇരിക്കുന്നത് കാണാം. എനിക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ ഞാനിപ്പം അങ്ങോട്ട് അയച്ചു തരാം. അല്ല, ഇപ്പൊ അയക്കണ്ട, ഞങ്ങൾ കാണാൻ വല്ലോ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഇത് കാണിക്കുന്നത്? അതായത് ഞങ്ങൾക്ക് ഇപ്പം സിസ്റ്റർ ഇപ്പൊ പറഞ്ഞതുപോലെ സിസ്റ്ററുടെ വീടിന്റെ അകത്തിരിക്കുന്നത് കാണാൻ വല്ലോ സാധ്യതയുണ്ടോ? ഇല്ല. എന്നാ അങ്ങനെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിസ്റ്ററുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം സിസ്റ്റർ ചോദിച്ചല്ലോ, കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. എത്ര പേര് ആലോചന കേട്ടു? കേട്ടവർ മാത്രം ഒന്ന് പറഞ്ഞേ, എത്ര പേരത് കേട്ടു? ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പറയാം, സിസ്റ്റർ പറഞ്ഞ പോലെ അത് എടുത്തു വെച്ചുകൊണ്ട് സങ്കടപ്പെട്ട കർത്താവെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എത്രത്തോളം കർത്താവ് നമ്മളെ കാണുന്നു. അവരുടെ ഭവനത്തിൽ അവർ വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ മേൽ ഇന്ന് ഈ സിസ്റ്റർക്ക് വേണ്ടി തന്നെ കേട്ടോ, മറ്റാർക്കും വേണ്ടിയല്ല, ഈ സിസ്റ്റർക്ക് വേണ്ടി തന്നെയാണ് ഈ ആലോചന ഇടപെട്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് ഞങ്ങളത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ അത്ഭുത സാക്ഷ്യമായി
അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ. വൻ കാര്യങ്ങളെ ഇന്ന് പ്രിയമകൾ പറഞ്ഞ പോലെ തന്നെ, ദൈവത്തോട് പറഞ്ഞ പോലെ തന്നെ കർത്താവ് അത് കേട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് ഞങ്ങൾക്കത് പറയുവാൻ, അത് ആലോചന ഉറപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ദൈവം കേൾക്കുന്നതിനെ നമുക്ക് കേൾപ്പിച്ചു തരുന്നൊരു കർത്താവ് ഉണ്ടെന്ന് ദൈവം നമ്മളെ സഹായിക്കുന്നുള്ളൂ. യേശുവെ നന്ദി കർത്താവ്. ഇന്ന് കർത്താവ് പറഞ്ഞ പോലെ ദൈവം കാണിച്ച കരുണയെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞതുപോലെ യേശുവെ ഇന്ന് ഞങ്ങൾ സ്തുതിക്കുന്ന ആ മകളെ കർത്താവ് തൊട്ടല്ലോ. അവരുടെ ജപ്തി മാറിപ്പോയതിന് നന്ദി. ആ ഭവനത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കും. ദൈവം കേട്ട ആലോചന പോലെ തന്നെ ദൈവം പറഞ്ഞല്ലോ, സീല് വെച്ച പേപ്പറിൻ്റെ മേൽ ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ ഞാനത് പറഞ്ഞത്, ആ പേപ്പറിൻ്റെ മേൽ യേശു ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോകുന്ന പറഞ്ഞത്. കർത്താവെ ഞങ്ങളതിനെ ഊട്ടി ഉറപ്പിക്കുന്നപ്പം നന്ദി കർത്താവേ, നന്ദി കർത്താവ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ദൈവമാണല്ലോ യേശുവേ. ഞങ്ങൾ പിന്നെയും ദൈവസന്നിധി സ്തുതിക്കുന്ന കർത്താവെ, വാഴ്ത്തുന്ന യേശുവേ. ഇന്ന് പിന്നെയും ഞങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു എബിൻ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ആ എബിൻ്റെ കൂടെ തന്നെ എബിനുമായിട്ട് 3 വയസ്സ് ഡിഫറൻസ് ഉള്ള മറ്റൊരു സഹോദരനും കൂടെ ഈ എബിൻ എന്ന് പറയുന്ന വ്യക്തിയുള്ള ഭവനത്തിലുണ്ട്. ആ 2 കുഞ്ഞുങ്ങളെയും തലമുറകളെയും കർത്താവ് തൊടാൻ വേണ്ടി എബിനുമുണ്ട്. 3 വയസ്സിൽ ഇളപ്പുള്ള മറ്റൊരു സഹോദരനും കൂടെ എബിനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തലമുറകൾ വാഴിക്കത്തില്ലെന്ന് പിശാചിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആ തലമുറകളെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ആരാണോ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ തലമുറകൾക്ക് വേണ്ടി ഏറ്റെടുത്തോണം. ദൈവം ഇന്ന് അവിടെ വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം ഇന്ന് ആ തലമുറകളെ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ അത്ഭുതത്തെ ഞങ്ങൾ തുറക്കുന്നപ്പോൾ, ഞങ്ങളുടെ അത്ഭുതത്തെ ഞങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് സാക്ഷ്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഇതൊരു അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ആശയല്ല നടക്കാൻ വേണ്ടി പോകുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യേശു വന്നത് ആ കുടുംബത്തെ വിടുവിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നന്ദി കർത്താവേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് എന്നിട്ട് പറ, എൻ്റെ യേശു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ബ്രദറിൻ്റെ കഴിവും എടുക്കും നോക്കാൻ വേണ്ടി അല്ല കർത്താവ് വന്നിരിക്കുന്നത്. യേശു വന്നത് എൻ്റെ വേദന മാറ്റാനാണ്, എൻ്റെ രോഗം സൗഖ്യമാക്കാനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവാണ്. നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരല്ലാതെ ആരും ഇന്ന് മൈക്ക് നമ്മൾ മാറ്റണ്ട. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം ഇന്ന് ശരീരത്തിൻ്റെ മേൽ കൈവച്ച് എന്നിട്ട് എന്താണോ കഴിയാത്തത് അതൊക്കെയും ഒന്ന് ചെയ്തേ. എന്താണോ കഴിയാത്തത്, കാര്യം യേശു വന്നത് നമ്മളെ സൗഖ്യമാക്കാനാണ്. നിങ്ങൾ ക്ലെയിം ചെയ്തേ, കർത്താവ് വന്നത് എൻ്റെ അത്ഭുതത്തിന് വേണ്ടിയാണ്. എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. എനിക്ക് വലിയൊരു പ്രതീക്ഷയല്ല, വലിയൊരു ചാൻസ് എൻ്റെ, അതാ കുറച്ചൊരു നല്ലത് കേൾക്കാനൊരു വാക്കല്ലേ. വലിയൊരു ചാൻസ് എൻ്റെ മുമ്പിൽ കിടക്കുക. അത് യേശുവാണ് എൻ്റെ ചാൻസ്, യേശുവാണ് എൻ്റെ ചാൻസ്, യേശുവാണ് എൻ്റെ ചാൻസ് ഇന്ന് കൽപ്പിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ അത്ഭുതം. ക്യാൻസറുകൾ മാറട്ടെ, ട്യൂമറുകൾ മാറട്ടെ, മുടന്തൻ തുള്ളും ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ യേശുവിൻ്റെ രാജ്യം മുടന്തൻ തുള്ളുന്ന, ചെകിടൻ കേൾക്കുന്ന, ഊമൻ സംസാരിക്കുന്ന, മരിച്ചവൻ ഉയർപ്പിക്കുന്ന കർത്താവാണ് എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം, ഒരുമിച്ച് സാക്ഷ്യങ്ങളെ കേൾക്കാം. ഒരേ ആലോചന ഒരേപോലെ വന്നവരെടുത്ത് പറയേണ്ട, ഒരാൾ പറയുമ്പോൾ അത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ മീറ്റിങ്ങിന് 4 ദിവസം കൂടെ ഉള്ളൂ. കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വ്യക്തിപരമായിട്ട് മറുപടി തരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വിതകൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രാർത്ഥനകളിൽ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ കാണാൻ പറ്റും. നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ദൈവം ഏറ്റവും വിശാലമായിട്ട് തന്നെ, ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ, ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ 2012 കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതിൽ ഈ സമയത്താണ് ഇത്രയും വിശാലമായിട്ടുള്ള കർത്താവിൻ്റെ പലപ്പോഴും മിനിസ്ട്രി പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലും വലിയൊരു വിശാലമായിട്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്ന വലിയൊരു ട്രെയിനിങ്ങിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന സമയമാണ്. അതുകൊണ്ട് ദൈവം ആ വിതച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. നിങ്ങൾ ഭാഗ്യവാൻ. നിങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. ഒറ്റ പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതൊക്കെ
ഒക്കെയും അനുഭവിക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. എപ്പോഴും പറഞ്ഞോണം, വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഒരു സ്ഥലത്തും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് പറയണം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇപ്പോൾ യേശു പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടല്ലോ, ദൈവം ചെയ്തതിന് എൻ്റെ കൂടെ വരാൻ ചാടി നിൽക്കാതെ യേശു പറയുകയാണ്, ആദ്യം നിനക്ക് ദൈവം ചെയ്തത് നീ പറഞ്ഞു നടക്കും. നിൻ്റെ ഭവനത്തിൽ പറഞ്ഞു നടക്കും, നിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നടക്കണം. അപ്പം യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കല്ല്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ ആഗ്രഹിക്കുന്നവർ യേശുവിൻ്റെ നാമ മഹത്വത്തിനായിട്ട് കർത്താവ് എന്നെ തൊട്ട്, ഇവിടെ ഒരു ബ്രദറിൻ്റെയും പേര് പറയേണ്ട, ഒരു ബ്രദറിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട, യേശു എനിക്ക് വേണ്ടി തൊട്ട് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. കർത്താവിനെ ഉയർത്തുമ്പോൾ അനേകർ യേശുവിലേക്ക് വരാൻ ഇടയായിത്തീരും. അനേകർ ബ്രദറിലേക്കല്ല വരേണ്ടത്, അനേകർ യേശുവിലേക്കാണ് വരേണ്ടത്. യേശുവാണിത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ കർത്താവിന് മഹത്വം കൊടുത്തേ പറയാവുള്ളൂ, കർത്താവ് ചെയ്തതായിട്ടേ പറയാവുള്ളൂ. യേശുവിലേക്ക് വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദർ പറഞ്ഞില്ലേ കല്യാണിന്ന്, അതെന്റെ മോന്റെ ഭാര്യന് പ്രായം കൂടിയതൊന്നല്ല, ചെറുപ്പം പെൺകുട്ടീന്. ആ മോക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവളെ തൊടുവാണ്. ദൈവം അവളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു വഴിത്തിരിവ് ചെയ്യാൻ വേണ്ടി പോകണം. ദീർഘായുസോടെ ദൈവം ഇരുത്താം. അത് ഞാൻ പറഞ്ഞത് പ്രായമുള്ള ആളല്ല, ഞാൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ പ്രായമുള്ള ആളെ അല്ല കണ്ടത്. കർത്താവൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ കേട്ടോ, മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ദൈവം സാക്ഷിയാക്കും. പറഞ്ഞോ. സോറി വേറെ മ്യൂട്ടായി പോയ. പറഞ്ഞു. ദൈവനാമമാകട്ടെ. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. കല്യാണി എന്ന് പറഞ്ഞ എന്റെ ചേച്ചിയുടെ മോളാണ്. 13-14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കല്യാണി എന്ന് വിളിപ്പേരാണ്, അവളെ പേര് ജ്യോതി എന്നാണ്. കല്യാണി എന്നുള്ളത് പേരാണ് സിസ്റ്റർ. ഞാൻ പറഞ്ഞത് ആ സഹോദരി പറഞ്ഞ പോലെ തന്നെ പേരാണത് കേട്ടോ. അത് ഏറ്റെടുത്തോണം. എന്തായാലും വിശ്വസിച്ചോ കേട്ടോ. പറഞ്ഞോ. ഞാൻ ബുധനാഴ്ച മീറ്റിങ്ങിന് ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഒരു മുറ്റത്ത് 2 കിണറുകൾ. അത് ഞങ്ങളുടെ വീട്ടിലാണ്. 5 മീറ്റർ അടുപ്പിച്ച് 2 കിണറുകളുണ്ട്. ഒരു കിണർ ഞങ്ങളത് ഉപയോഗിക്കാതെ ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ്. ഒരു കിണറാണ് ഞങ്ങൾ ഇപ്പൊ നിലവിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ചില ആൾക്കാർ അതുവഴി നടന്നു പോകുന്നതായിട്ട് ഇവര് പറഞ്ഞായിരുന്നു. അപ്പൊ അതില് ഒരു കിണറിന്റെ അടുത്തൂടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഒരു 5-6 റൂമുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി അയക്കാൻ പോകണമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അവൻ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസം കേട്ട ആലോചനയായിരുന്നു അല്ലേ? അത് ഏറ്റെടുത്തു ബ്രദറെ, അത് ഏറ്റെടുത്തോ. ദൈവം വലിയൊരു അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അത് അത്ഭുതം നടക്കാൻ വേണ്ടി പോവാണ്. അത് കർത്താവ് ഇടപെട്ടത് കഴിഞ്ഞ ദിവസം ഞാനത് ഓർക്കുന്നുണ്ട്. 2 കിണറുകൾ പറഞ്ഞത് ഒരെണ്ണം ഉപയോഗമല്ലാത്ത രീതിയിൽ കിടക്കുന്നതാണ്. പക്ഷെ ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. എത്ര പേര് ആലോചന കേട്ടായിരുന്നത്? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഞാനത് നിങ്ങൾ കേട്ടോ എന്നിടയ്ക്ക് ഞാൻ ചോദിക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ മറക്കരുത്, നിങ്ങൾ ഓരോ ആലോചനയും ശ്രദ്ധിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുവാണ്. അപ്പോൾ സൗരം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എടുത്തു പറയുന്നുണ്ടായിരുന്നു, ആ ഉപയോഗശൂന്യമല്ലാത്തതിൻ്റെ അകത്ത് ഒത്തിരി പേര് നടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ അതിൽ പാസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാരപ്പെട്ടു നിന്ന പ്രശ്നത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തിട്ട് വെറുതെ ഇരിക്കരുത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ടോണം. വലിയ സാക്ഷ്യമാക്കി കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ബ്രദർ ഇന്നലെ ഒരു 2 ആലോചനകൾ പറഞ്ഞത് അത് എന്നെ കുറിച്ചാവുന്നു. ഞാനത് ഏറ്റെടുക്കുവാന്നു. ഒന്ന്, ഒരു കലണ്ടറിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു വീടിന്റെ വലതുവശത്ത്, റൂമിന്റെ വലതുവശത്ത്. അവിടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ വാക്യം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് എന്റെ ഫലത്തിലാണ്. ഇപ്രകാരമുള്ളതാണ്: ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും എന്നുള്ളതാണ് ആ കലണ്ടറിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു വാക്യം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ വാക്യമാണ്. പിന്നെ ബ്രദർ പറഞ്ഞു
സ്വിച്ച് ബോർഡിന്റെ മേളില് എന്തൊക്കെയോ ഇങ്ങനെ കുറേ എന്തോ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ്. ഞങ്ങളുടെ സ്വിച്ച് ബോർഡിന്റെ മേളില് ഞങ്ങൾക്ക് വെച്ച ഈ മൊമെന്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിവിയുടെ ഒരു അതിനകത്ത് ടി വി വാങ്ങിയപ്പോ അതിന്റെ സൈഡിൽ കിട്ടിയ ഒരു ലേബല് പോലെ അതിന്റെ ടിവിയുടെ ഓരോരോ കട്ട് ചെയ്ത ഒരു ഇത് ഞാനത് ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്വിച്ച് ബോർഡിന്റെ സൈഡില്. അതാണ് ബ്രദർ എന്നെ പറഞ്ഞത്. ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതും എനിക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഓരോ ആലോചനയും നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തുള്ള അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. എല്ലാവരോടും കൂടി പറയുകയാണ്, ദൈവം നിങ്ങളെ കണ്ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നമ്മളെ ഓരോ കാര്യം ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ചാടി പിടിച്ചോണം, ഏറ്റെടുത്തോണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കർത്താവിൻ്റെ മാതാവ് പറഞ്ഞ പോലെ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഏറ്റെടുത്തോണം. വെറുതെ കേട്ടിട്ടല്ല. എല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കുറേ പല സമയങ്ങളിൽ അതിശയിക്കാറുണ്ട്. കാര്യം ദൈവം നമ്മൾ പോലും സൗകര്യം പറഞ്ഞ പോലെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഇന്ന് നമ്മൾ കേട്ടല്ലോ, ഒരു ആധാരത്തിൻ്റെ അകത്ത് അത് പൊട്ടിച്ച് അത് ബെഡ്റൂമിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ആൾ അതിൻ്റെ അകത്തൊരു സീല് വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളെ പോലും നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ കാര്യങ്ങളെ പോലും എത്രത്തോളം യേശു കാണുന്നു. കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു. നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ, നമ്മളെ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അറിയാം, പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അതൊക്കെ നമ്മളെ കർത്താവ് കാണുന്നു. നമ്മളത് കയറി പിടിച്ചോണം. യേശു എന്നെ കാണുന്നു, ബലപ്പെട്ടോണം, ഞാൻ ആലോചന സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊള്ളുകയാണ്. നമ്മൾ ആ ഗതദേശത്തിലേക്ക് വന്ന യേശുവിനെ എന്ത് ചെയ്തു? പോകാൻ പറഞ്ഞപ്പം ആ കർത്താവ് എന്ത് ചെയ്തു? അവിടെ വന്നു കാലുകുത്തി ആ മകന് വേണ്ടി യേശു വിടിവിച്ചതുപോലെ കർത്താവിനെ നാം സ്വീകരിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം മക്കളിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. എന്റെ തുണിക്കടയിൽ ഒത്തിരി പ്രയാസമാണ്. ഇന്നലെ ഇച്ചിരി ഒരു മാറ്റം ഉണ്ടായിരുന്നു. ആരും കയറാത്തൊരവസ്ഥയൊക്കെ വരുമായിരുന്നു. എന്നിട്ടില്ല, നല്ല മാറ്റം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം പറയാതെ നന്ദി പറയാതെ. എന്റെ മകൻ രാഹുൽ എന്ന് പരീക്ഷത്തിൽ പ്രയാസമായിരുന്നു പാസ്റ്റർ. ഒത്തിരി വിഷമായിരുന്നു അവന്. ആ കടയിലുള്ള ഒരുപാട് തുണിക്കടയിൽ ഒത്തിരി കടത്തിൽ കൂടെ പോവാ പാസ്റ്റർ. എല്ലാം കടമായി കൊണ്ടുവച്ചിട്ട് ചിലപ്പോ ഒരു 500 റുപ്യ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാത്ത ദിവസമുണ്ട്, കിട്ടുന്ന ദിവസമുണ്ട്, അതിൽ ഇത്തിരി കൂടുതൽ കിട്ടുന്ന ദിവസമുണ്ട്. ഒരുപാട് കടഭാരത്തിൽ കൂടെ ഒക്കെ കടമായി കൊണ്ടുപോയിട്ട് അത് കൊടുക്കാൻ പറ്റണില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ അതൊന്ന് മാറി കിട്ടണം. ദൈവത്തിന് അത് കർത്താവ് അത്ഭുതം ചെയ്യും. സിസ്റ്റർ എത്ര ദിവസം പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയിട്ട്? ഞങ്ങൾ ഭവനപ്പണി തുടങ്ങാൻ പോവാണ്. ഒരു മിനിറ്റ് സിസ്റ്റർ, എത്ര ദിവസം സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട്? ഞാൻ മൂന്നാമത്തെ ദിവസം. സിസ്റ്ററെ ബലപ്പെട്ടോണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തുടർച്ചയായിട്ട് നമുക്ക് വചനവും കൂടെ കേൾക്കണം. ഇപ്പം നമ്മുടെ അവസ്ഥയെ നോക്കണ്ട. അപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മുടെ എല്ലാ ദിവസവും അതും കൂടെ കേൾക്കണം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം, ഏത് വചനം, നമ്മൾ ഓരോന്നും അതിൻ്റെ അകത്തുണ്ട്. അത് വെച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവം അതിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യാൻ ഇടയായിത്തീരും കേട്ടോ. ആ വചനങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ വചനം വഴി തുറക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര ദിവസമായി ഞാൻ ചോദിച്ചത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എങ്ങനെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് അവസ്ഥകളെ മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? രാഹുലിനെ എന്ത് വചന വെച്ച് പ്രാർത്ഥിക്കട്ടെ മോനെ? ആ ഇന്റർവ്യൂ പാസ്സാവണം. തീർച്ചയായിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ തലമുറകളെ പറ്റിയുള്ള വചനം ഒന്ന് അയച്ചു കൊടുക്കുക. സിസ്റ്റർ ഇപ്പം തന്നെ ആരെങ്കിലും അയക്കും. അതിൻ്റെ അകത്ത് ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പരിചയം അറിയും. മകൻ്റെ പേര് പറഞ്ഞ വചനം യെശയ്യാവ് 60 സൗകര്യം ആക്കിയിട്ടിട്ടുണ്ട്. 61:9 വെച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവ് 61. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളവരുണ്ടെ പറഞ്ഞു. പറഞ്ഞു സിസ്റ്റർ. 7-ാം തീയതി, ഈ മാസം 7-ാം തീയതി പറഞ്ഞൊരു വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വചനം ഷെൽഫിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്റെ ഭവനത്തിലാണ്. അതോടുകൂടി പറഞ്ഞാൽ ഒരു മാത്യൂസ് പറഞ്ഞ ഒരാളിനെ അയക്കുന്നുണ്ടെന്ന്, ദൈവം അയക്കുമെന്ന് ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ?
ബ്രദറെ റെജി എന്ന് പറയുന്ന ഏറ്റെടുക്കുന്നു. റെജി എന്ന് പറയുന്ന ആളുടെ വിഷയം ഞാൻ ഏറ്റെടുക്കുന്നു. ഹീസ് ഇൻ ദ ഹോസ്പിറ്റൽ ഇവിടെ ന്യൂയോർക്കിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആയിട്ട് ഭാരപ്പെടുന്നു. ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പാസ്റ്റർ എറണാകുളത്ത് എവിടെയാ പാസ്റ്ററെ? എറണാകുളത്ത് ദൂരത്താണ്. എറണാകുളത്ത് സിസ്റ്ററെ പാലാരിവട്ടത്താണ് വരുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പാലാരിവട്ടം അല്ലേ? പാലാരിവട്ടത്ത് ആരും ചർച്ച്. ഇല്ല. കോഴിക്കോട് നിന്നും ആരും വരാൻ, കോഴിക്കോടാണ് ആരും വരാൻ. ഞാൻ വരാണ്ട് കൂടെ വരേന്ന് ചോദിച്ചാൽ ആരും ഇല്ല. കർത്താവ് സഹായിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും കാണാം കേട്ടോ. എപ്പോഴേലും ഇപ്പം പറ്റിയില്ലെങ്കിൽ പിന്നെ ആണെങ്കിലും കാണാം. മറ്റാരെങ്കിലും ഉണ്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ മോൾക്ക് നട്ടലിന് അല്പം കംപ്ലൈന്റ് ആയിട്ട് അവള് തീരെ സുഖമില്ലാതിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത മ്യൂട്ട് മാറ്റല്ലേ. പറഞ്ഞു സിസ്റ്റർ. നമുക്ക് ഒരുമിച്ച് നിങ്ങൾ എനിക്ക് മ്യൂട്ട് മാറ്റി ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ മ്യൂട്ട് മാറ്റി നമ്മൾ ഒരു സൂം പ്രെയറാണ്. പലപ്പോഴും മ്യൂട്ട് മാറ്റാൻ പറ്റാത്തത് പല ആൾക്കാരും പരാതി പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പല ആൾക്കാരും മറന്നു പോകുന്നു പ്രാർത്ഥന എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ മ്യൂട്ടാക്കുന്നതും മ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാതെ വരുന്നതൊക്കെ. ഇത്രയും ആളുകൾ ഇതിനകത്ത് എത്ര പേര് മ്യൂട്ട് മാറ്റിയെന്നോ എത്ര പേര് മ്യൂട്ട് മാറ്റാതിരിക്കും എനിക്കറിയത്തില്ല. അപ്പോൾ കേൾക്കുന്നവരെയാണ് ചിലപ്പം സൗണ്ട് പോകുന്നവരൊക്കെയാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ വർത്താനം നമ്മൾ വീട്ടിൽ പറയുമ്പോൾ ഒച്ച വെക്കുമ്പോഴൊക്കെ അതെല്ലാം കയറി വരും. എനിക്കറിയാം നിങ്ങൾക്ക് പരിമിതിയുണ്ട്. ഭവനത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ഇത്രയും ലിമിറ്റേഷൻ്റെ അകത്ത് ഇത്രയും ആൾക്കാർ എല്ലാ ദിവസവും കൂടുക എന്നുള്ളത് വലിയ അതിശയം അത്ഭുതം തന്നെയാണ്. നിങ്ങൾ വില കൊടുത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നല്ലൊരു അന്തരീക്ഷത്തെ അങ്ങ് ഒരുക്കി തരണേന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നല്ല അന്തരീക്ഷത്തെ തുറക്കും. ഞാൻ തൽക്കാലം നമ്മുടെ എല്ലാ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് നിർത്തുവാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇനി നമുക്ക് കാണാൻ ചുരുങ്ങിയ സമയം നമുക്ക് നേരിൽ സാക്ഷ്യങ്ങളെ കേൾക്കാം. എത്രത്തോളം നമ്മുടെ സാക്ഷ്യങ്ങളെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് സമയത്തിൻ്റെ പരിമിതി അവിടെയുണ്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ ഞാൻ തുടക്കത്തിൽ പറയുന്നതിന് ഓർപ്പിക്കണം. നാളെ ഒന്നും കൂടെ സാക്ഷ്യം പറയാനുള്ളവർ കോട്ടയത്തോ കൊല്ലത്തോ എറണാകുളത്തോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ നേരിട്ട് വരുമ്പം മുമ്പിലുള്ള സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ കാണും. അവരാരും ഞാൻ പറയുന്ന പോലെ നിങ്ങളോട് ബലം പിടിക്കാനോ വഴക്കുകൂടാനോ അതായത് തിക്കും തിടക്കുമൊന്നും വെച്ചേക്കരുത്. അവരോട് പറയണം. അവർ നിങ്ങളുടെ പ്രാർത്ഥനയുള്ള സഹോദരങ്ങളൊക്കെ തന്നെയാണ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സാക്ഷ്യം എന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണം. സമയം നമ്മൾ അധികം എടുക്കരുത്. സാക്ഷ്യം പറയണം എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ നിർബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ നിർബന്ധമല്ല. മറ്റൊരു വ്യക്തി, ചിലപ്പോൾ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി തളർന്നിരിക്കുമായിരിക്കും. ആ വ്യക്തി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കും. ഒരു അത്ഭുതം കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം? ആ വ്യക്തിക്ക് ഒരു വിശ്വാസം വരും. പൗലോസ് പറഞ്ഞതുപോലെ സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് കാലൂന്നി എണീക്കാൻ പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളൊരു സാക്ഷ്യം, നിങ്ങൾ പറയുന്നത് യേശു എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് അതൊരു വിശ്വാസമായി വരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് അത് അത്ഭുതം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? നമുക്ക് മാക്സിമം അവിടെ സാക്ഷ്യങ്ങളെ തന്നെ പറയുവാൻ അവസരങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ സാക്ഷ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യം പറയാനുള്ളവർ പ്രാർത്ഥന നമുക്ക് 10 മണിക്ക് ആരംഭിക്കും. 11 മണിക്ക് വരാൻ നിൽക്കരുത്. നമുക്കൊരു സ്വഭാവമുണ്ട് മിക്കവർക്കും. 10 മണി എന്ന് പറഞ്ഞാൽ ഒരു 11:30 ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. കറക്റ്റ് ആ സമയത്ത് തന്നെ നിങ്ങളവിടെ ഇതിന് മുമ്പ് എത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി നേരത്തെ വരരുത്. എങ്കിലും ആ സമയം ക്രമീകരിച്ച് വരിക. കറക്റ്റ് സമയത്ത് തന്നെ അത് പ്രാർത്ഥനകളെല്ലാം എൻ്റെ ഇടയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ സമയമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുവാനും നമുക്ക് പിന്നീട് എന്ത് ചെയ്യരുത്, ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ എല്ലാം അനുഗ്രഹമായിട്ട് തന്നെ പോട്ടെ. പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ യാത്രയിൽ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം യാത്ര ചെയ്ത് വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വർഗീസ് ബ്രദർ ഈ ദിവസങ്ങളിൽ വർഗീസ് ബ്രദറും സഹോദരങ്ങളും ഒക്കെ ഒത്തിരി ആൾക്കാർ ചേർന്ന് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എറണാകുളം മുതൽ അങ്ങ് നോട്ടീസ് കൊടുത്ത് വരുമായിരുന്നു. ആലപ്പുഴയും കൊല്ലമൊക്കെ. ഇന്നലെ കൊല്ലമായിരുന്നു, ഇന്ന് കൊല്ലത്തായിരുന്നു. അപ്പോൾ ഒത്തിരി പേരൊന്നും വന്നില്ല. അദ്ദേഹത്തെ 1-2 പേര് ഗീതാശ്രം മറ്റ് സഹോദരങ്ങളും പിന്നെ കൊല്ലത്തുള്ളൊരു സഹോദരി ഷെയർലി സിസ്റ്റർമാരൊക്കെ വരികയൊക്കെ ചെയ്തു. കുറേ പേര് സഹായിച്ചു. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വിടുന്നതല്ല, അദ്ദേഹം ആഗ്രഹത്തോടെ ചെയ്യുന്നതാണ്. നോട്ടീസ്, ഈ പ്രാർത്ഥനയുടെ നോട്ടീസ് കൊടുക്കുവാൻ എങ്ങോട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് ലീവ് എടുത്താണ് വന്നേക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന്.
അപ്പോൾ കഴിവതും അദ്ദേഹത്തെ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു നാരങ്ങ മേടിച്ചു കൊടുക്കുകയോ ഒരു ആഹാരം മേടിച്ചോ ഒരു തെറ്റുമില്ല. അദ്ദേഹം ഒരു ജോലിക്കാരനുമല്ല, കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ്. ആഗ്രഹത്തോടെ ആ മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്നതാണ് നോട്ടീസുകൾ. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതും എല്ലാവർക്കും, സഹോദരൻ മാത്രമല്ല അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാരുണ്ട്. ഞാൻ വർഗീസ് സാറിൻ്റെ പേരെടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ആരൊക്കെ വന്നാലും അവരുടെ കൂടെ കഴിയുമെങ്കിൽ നിങ്ങൾ പോവുക, ഇല്ലേ നിർബന്ധമൊന്നുമില്ല. അവരുടെ കൂടെ പോകുന്നത് നല്ലതാണ്. അവരാഗ്രഹത്തോടെ ചെയ്യുമ്പം കർത്താവ് ഇതെല്ലാത്തിനും പ്രതിഫലമുണ്ട്. മനുഷ്യർ ചിലപ്പം ഞാനല്ല പ്രതിഫലം കൊടുക്കുന്നത്, ഞാനല്ല അവിടെ ഒന്നും ചെയ്യുന്നത്, യേശുവാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് കേട്ടതുപോലെ ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ അറിയാനൊരു മുഖാന്തരമായെങ്കിൽ അത് നിങ്ങളിലൂടെ ആണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കർത്താവ് തന്നിരിക്കും. ദൈവാർക്കും കടക്കാരനല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അതുണ്ടായി വരുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത് തുറന്നിരിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി അത് തന്നിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പം തന്നെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് എല്ലാവരും